പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ സന്ധ്യായാമത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ ഇങ്ങനെ ഒന്നിച്ച് വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താൻ മലയാളികളായ നമ്മൾ, നിങ്ങൾ ജർമ്മനിയിലും ഞാൻ ഇംഗ്ലണ്ടിലുമായിട്ട്, ഇതൊരു അത്ഭുതമായിരിക്കുന്നു. എനിക്ക് ദൈവ അവസരം തന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ജർമ്മനി എന്നൊക്കെ കേട്ടിട്ടുള്ളതല്ലാതെ ജർമ്മനിയുടെ പടവും കണ്ടിട്ടുണ്ട്. അവിടെയുള്ള ദൈവമക്കളെ ഇങ്ങനെ കാണാൻ ദൈവം ഞാൻ ദൈവത്തിന് ഒത്തിരി സ്തോത്രം ചെയ്യുന്നു. ഇടയ്ക്ക് കഴിഞ്ഞ 2022 തോന്നുന്നു എന്നെ അവിടെ നിറക്കാനായിട്ടൊരു ദൈവദാസന് ഒക്കെ ചിന്തിച്ചെങ്കിലും ഒന്നും നടന്നില്ല. ദൈവത്തിന്റെ സമയമായില്ല. അപ്പൊ ഇങ്ങനെ നമുക്ക് കർത്താവിന്റെ വചനം ഓൺലൈനിലൂടെ കേൾക്കാനും എനിക്ക് ശുശ്രൂഷിക്കാനും ഒക്കെ അവസരം തന്നല്ലോ, അത് മതി. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. കർത്താവിന്റെ വലിയേറെ ദാസൻ, കുടുംബം, കുഞ്ഞുങ്ങൾ, സഭയിലുള്ള വിശ്വാസ കുടുംബങ്ങൾ, ഇന്ന് ഓൺലൈനിൽ വന്നിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് ഏപ്രിൽ 24 ഇവിടെ വരുന്നത്. കഴിഞ്ഞ ദിവസം വരെ ഇവിടെ മീറ്റിങ്ങുകൾ പലയിടങ്ങളിലായിട്ട് ആനന്ദ് പാസ്റ്ററുടെ ചർച്ചിന്റെ തന്നെ മീറ്റിങ്ങുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. നാളെയുണ്ട്. കർത്താനദാസൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാനത് സ്വീകരിച്ചു. സ്തോത്രം. ശുശ്രൂഷിക്കാമെന്ന് ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ദൈവം എനിക്കൊരു അനുവാദം തന്നു. അതുകൊണ്ട് ഇന്ന് സന്ധ്യയിൽ ശുശ്രൂഷിക്കാൻ ദൈവം ആക്കി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രി കാലത്തെ അല്ലെങ്കിൽ സന്ധ്യായാമത്തിലെ ദൈവവചന ധ്യാനം നമ്മളെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതൊരു അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. നമ്മളൊക്കെ കുറെ കാലങ്ങൾ കൊണ്ട് വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയ സമയത്തിന് മുമ്പും പിൻപും, അങ്ങനെ പറയാൻ കാരണം വിശ്വാസത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് പലരും കേട്ടിട്ടുണ്ട് ദൈവത്തിന് വചനം. അതിനു പിൻപ്, അതിനുശേഷം അനവധിയായി അനേക കർത്തൃദാസന്മാരിലൂടെ, നമ്മുടെ സഭയിലെ ദൈവദാസനിലൂടെ ഒക്കെ നമ്മൾ വചനം കേട്ടവരാണ്, ഗ്രഹിച്ചവരാണ്, ഒരു പരിധിവരെ അനുസരിച്ചവരാണ്. സ്തോത്രം. ഹല്ലേലൂയ. ജോർജ് ബെന്നെ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ലോകത്തിലുള്ള ക്രിസ്ത്യാനികളുടെ ഏതോ ചില രാജ്യങ്ങളിൽ, മൊത്തത്തിൽ അദ്ദേഹം എടുത്തെന്നാ പറയുന്നേ, എങ്കിലും അമേരിക്കക്കാരനാണ് അദ്ദേഹം. ഒരു കണക്കെടുത്തപ്പോ 100 ക്രിസ്ത്യാനികളിൽ 15% പേർക്ക് അടിസ്ഥാനപരമായ ഉപദേശങ്ങൾ അറിയാവും. പ്രത്യേകിച്ച് പെന്തക്കോസ് കോളത്തിനകത്തും അടിസ്ഥാന ഉപദേശങ്ങൾ അറിയാമെങ്കിലും അതിന്റെ ആഴങ്ങളൊന്നും പലർക്കും അറിയത്തില്ല. സ്തോത്രം. ഈ അടിസ്ഥാന ഉപദേശങ്ങൾ അറിയാവുന്നവരിൽ 15%-ൽ 8% പേരെ അത് പാലിക്കുന്നുള്ളൂ, അനുസരിക്കുന്നുള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു കണക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സ്തോത്രം. അപ്പൊ നമ്മൾ കേൾക്കുന്നു എന്നത് നല്ല കാര്യമാണ്. നമ്മൾ കേട്ടിട്ടില്ലാത്ത ദൈവദാസന്റെ ഒരു പുതുമുഖത്തിന്റെ മെസ്സേജ് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ട്. എന്തായാലും ദൈവവചനമല്ലേ, പഴയ ആളായാലും പുതിയ ആളായാലും പറയുന്ന ദൈവത്തിന്റെ വചനമാണ്. സ്തോത്രം. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ പുതുക്കം ഉണ്ടാക്കണം. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. എന്നാൽ അടിസ്ഥാന ഉപദേശത്തെ കേൾക്കുക മാത്രമല്ല, അതിനെ അനുസരിക്കാൻ എത്ര പേർക്ക് കഴിയുമോ അവരാണ് ഭാഗ്യമുള്ളത്. കേട്ടതുകൊണ്ട് ആരെല്ലാം കേൾക്കുന്നു, എത്രായിരം പേര് കേൾക്കുന്നു, എങ്ങനെല്ലാം കേൾക്കുന്നു. അവിടെ അടിസ്ഥാന ഉപദേശത്തിൽ നിലനിന്നും കേൾക്കുന്ന ദൈവവചനത്തെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചും ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചും പരിശ്രമിച്ചും അങ്ങനെ ജീവിതത്തിലൂടെ ആ വചനം മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുത്തും മുൻപോട്ട് പോകുന്നതാണ് വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതം. പ്രസംഗം കേട്ട് ജീവിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. കേട്ട വചനത്തെ ജീവിതത്തിൽ കൊണ്ടുവന്ന് അതിലൂടെ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. ക്രിസ്തുവിനെ അറിയുന്നത് വളരെ മനോഹരം, അനുഗ്രഹം. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് അതിനേക്കാളും അനുഗ്രഹം.
അത് ഏറ്റവും ശ്രേഷ്ഠം, നിത്യതയിലേക്കുള്ള വഴി അതാണ്. ആ കർത്താവിനെ ജീവിതത്തിൽ കൊണ്ടുവന്നു എങ്കിലും, അകത്തിരിപ്പുണ്ടെങ്കിലും നമ്മിലൂടെ ആ കർത്താവിനെ പുറത്തു കാണിക്കാൻ പരിശ്രമിക്കുന്നില്ലെങ്കിൽ, കാണിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, നമ്മളെ സ്വീകരിച്ചതുകൊണ്ട് നമ്മളങ്ങ് പോകുമെന്നുള്ള കാര്യം സത്യമാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നമ്മിലുള്ള ക്രിസ്തുവിനെ മറ്റൊരുത്തന് കാണാൻ കഴിയാതെ പോയാൽ അത് ജീവിതത്തിന്റെ ഒരു പരാജയം. രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽ ഇനി രക്ഷയുടെ നിർണയം പ്രാപിച്ച് ക്രിസ്തുവിനെ ഹൃദയത്തിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി ഇനിയും നമ്മളെ അല്ല ലോകം ഇനിയും കാണേണ്ടത്, നമ്മിലൂടെ ദൈവത്തെയാണ് കാണേണ്ടത്. നാം സ്വീകരിച്ച കർത്താവിനെയാണ് കാണേണ്ടത്. അത് ഏത് കാലമായാലും, ഏത് സമയമായാലും, ഏത് രാജ്യമായാലും, ഏത് ദേശമായാലും, അവിടെ ഒക്കെ നമുക്ക് വെളിപ്പെടുത്താനുള്ളത് നമ്മുടെ കഴിവോ പ്രാപ്തിയോ പണമോ അല്ലെങ്കിൽ നമ്മുടെ താലന്തുകളോ ഒന്നുമല്ല. നമ്മളിൽ വെളിപ്പെടേണ്ടത് നാം സ്വീകരിച്ച കർത്താവ് വേണം നമ്മളിൽ വെളിപ്പെട്ടു വരാൻ. അതാ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. സ്തോത്രം. ജർമ്മനിയിൽ പോകാൻ ദൈവം ഭാഗ്യം തന്നു. പല വിധത്തിൽ നിങ്ങൾ ജർമ്മനിയിൽ എത്തിയവരാണ്, ജോലി ചെയ്ത് ഉപജീവനം കഴിക്കുന്നു. അക്കൂട്ടത്തിൽ അവിടെ ചെന്ന് കർത്താവിനെ സ്വീകരിച്ചവരും ഇവിടെ സ്വീകരിച്ചുകൊണ്ട് പോയവരും ഒക്കെ കണ്ടേക്കാം. എല്ലാവർക്കും കൂടെ ആയിട്ട് ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ വചനത്തിലൂടെ നമ്മൾ കയറുമ്പോൾ, ഞാൻ അതൊന്നുകൂടെ ആവർത്തിച്ചു, കർത്താവിന്റെ വചനത്തിലോട്ട് കയറുമ്പോൾ പ്രൈസലോ, പറയുന്ന ആളിന്റെ മുഖവുരയോ പറയുന്ന ആളിന്റെ കഴിവും പ്രാപ്തിയോ ഒന്നും അല്ല. എന്നെ പ്രാപ്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ വചനമാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മുടെ എല്ലാം പ്രാപ്തി എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ്. അവൻ തന്നതല്ലാതെ ആരെന്ത് തന്നിട്ടാ നമ്മുടെ ഈ വല്ലോ ഉള്ളത്? സ്വത്രം. അത് ധനമായാലും ജ്ഞാനമായാലും സമ്പത്തായാലും ജോലിയായാലും മക്കളായാലും ഒക്കെ എല്ലാം അവിടുത്തെ ദാനമാണ്. ആ ദാനത്തെ ഓർക്കുമ്പോൾ മേളോട്ട് നോക്കി ദൈവത്തെ സ്തുതിക്കല്ലാതെ ഈ യാതൊരു അർഹതയില്ലാത്ത നമുക്കിതെല്ലാം ദൈവം തന്നല്ലോ, അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കല്ലാതെ വേറെ മാർഗമൊന്നും നമുക്കില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ദൈവത്തെ ഒന്ന് ആരാധിക്കണം കേട്ടോ. സ്തോത്രം. കിട്ടിയ അവസരം പാഴാക്കാതൊന്ന് ആരാധിക്കണം, ആരാധിച്ച് ബലപ്പെടണം. ആമേൻ. ഒരു ആയുസ് മുഴുവൻ നീ കുത്തിയിരുന്ന ദൈവത്തിന് സ്തോത്രം പറഞ്ഞും ആരാധിച്ചാലും നിനക്ക് ദൈവം ചെയ്ത അത്ര ഉപകാരത്തിന് മറുപടി ആകത്തില്ല. കാരണം നിന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വലിയത്. അത് സാധിപ്പിച്ച ദൈവത്തിന് നീ എത്ര കോടി നന്ദി പറഞ്ഞാലും, ആയുഷ്കാലം മുഴുവൻ കുത്തിയിരുന്ന സ്തോത്രം പറഞ്ഞാലും അത് പോരാ. അതിനപ്പുറത്താണ് നിന്റെ ജീവന്റെ ദാതാവിന്റെ ഹല്ലേലൂയ സ്തോത്രം വീണ്ടെടുപ്പ് എന്ന സത്യം മനസ്സിലാക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരു വാക്യത്തിലേക്ക് പ്രവേശിക്കാം. സാധാരണ ദൈവം തരുന്ന കർത്താവിന്റെ ദാസൻ പറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ ഞാൻ തീർക്കാനായിട്ട് ശ്രമിക്കാം. ഇപ്പോൾ ഇവിടെ 6:39 അവിടുത്തെ സമയം എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ എത്രയായി ഒന്ന് പറയുമോ? 8 പ്രൈസ് ദി ലോർഡ്. ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ. ഞാനൊരു 1 അവറിനുള്ളിൽ നിർത്താൻ ശ്രമിക്കാം. സ്തോത്രം. എഫേസ്യ ലേഖനം താങ്ക് യു. അപ്പൊ എനിക്കൊരു ഏകദേശ രൂപം കിട്ടും, അതുകൊണ്ടാണ് 2 രാജ്യമായി. താങ്ക് യു. എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം, അതിന്റെ ഞാൻ ചില വാക്യങ്ങൾ അങ്ങ് വായിച്ചു വിടുന്നേ ഉള്ളൂ. അതെല്ലാം ഒന്നും വ്യാഖ്യാനിക്കാനൊന്നും നേരമില്ല. ദൈവത്തിന് സ്തോത്രം. ചില കാര്യങ്ങൾ പറഞ്ഞു വിട്ടേക്കാം. 1-ാം അധ്യായത്തിന്റെ 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വായിച്ചു വിടുകയാണ്. അതിൽ 17-ാമത്തെ വാക്യത്തിൽ ഒരു പദം എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ. ഇംഗ്ലീഷിലും ആ പദം അങ്ങനെ തന്നെയാണ്. അതിനോട് ചേർന്നായിരിക്കും ഇന്ന് രാത്രി നമ്മുടെ ശുശ്രൂഷ. വചനം കയറി എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 14 മുതൽ 17 വരെയുള്ള വാക്യം ഒരാൾക്കൊന്ന് വായിച്ചു തരാൻ സൗകര്യം ഉണ്ടെങ്കിൽ വായിച്ചാൽ നന്നായിരിക്കും. തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അതു നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും
നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. മതി. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ 13 പ്രാർത്ഥനകൾ 14 ലേഖനങ്ങളിലായിട്ട് നിരന്നു കിടപ്പുണ്ട്. അതിലെ 2 പ്രാർത്ഥനകൾ എഫേസ്യ ലേഖനത്തിനകത്തുണ്ട്. 1-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യത്തിൽ പൗലോസിന്റെ ഒരു പ്രാർത്ഥനയായിരുന്നു. 3-ാം അധ്യായത്തിന്റെ 14 വായിക്കണ്ട, 3-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യത്തിലും തന്റെ പ്രാർത്ഥന കാണുന്നു. അവൻ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ ആത്മാവിൽ ശക്തിയോടെ ബലപ്പെടണം. തന്റെ പ്രാർത്ഥനയുടെ ലക്ഷ്യം മുഴുവൻ അതാണ്. ദൈവത്തിന് സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ ചെയ്യാൻ സ്തോത്രം സ്തോത്രം. പ്രാർത്ഥനയുടെ നാട്ട് തന്റെ പ്രാർത്ഥനയുടെ ലക്ഷ്യം അതാണ്. ഭൗതികമായതൊന്നും പൗലോസ് ആഗ്രഹിക്കുന്നില്ല. ഭൗതികമായതൊന്നും പൗലോസ് അവർക്ക് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു ഭൗതിക തലത്തെക്കുറിച്ചും പൗലോസിന്റെ ഒരു പ്രാർത്ഥനയിലും പരാമർശിക്കുന്നു. കാരണം എന്താന്ന് ചോദിച്ചാൽ, കർത്താവ് യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ പരിശോധിക്കുമ്പോൾ അവൻ കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞ വാക്കുകളൂടെ ഒന്നുകൂടെ ശ്രദ്ധിച്ചിട്ട് നമുക്കൊന്ന് മടങ്ങി വരണം. എന്തുകൊണ്ട് പൗലോസ് അങ്ങനെ പ്രാർത്ഥിച്ചില്ല എന്ന് ചോദിച്ചാൽ അതിനൊരു അർത്ഥമേ ഉള്ളൂ. കർത്താവിന്റെ വാക്കുകളെ അവൻ വിശ്വസിക്കുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ പ്രാണനായിക്കൊണ്ടും എന്ത് ധരിക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. അങ്ങനല്ലേ? വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്തോത്രം. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവോ നിങ്ങൾക്ക് ഇത് ആവശ്യമെന്ന് അവൻ അറിയും. യെസ്, നമ്മളെ അറിയുന്ന ഒരു പിതാവ്, നമ്മുടെ ആവശ്യം അറിയുന്ന ഒരു പിതാവ്. ഇതിനകത്തൊരു ദൂത് കിടപ്പുണ്ട് കേട്ടോ. ഇങ്ങനെ ദൂത് ഇങ്ങനെ കയറി പൊക്കോളും. നിന്റെ ആവശ്യം അറിയുന്ന ഒരു പിതാവ്. എന്നെ ആര് കാണും, എന്നെ ആരറിയും, ഞാൻ ഈ അന്യദേശത്ത് വന്ന് കിടക്കുന്നു, എനിക്ക് ആരുണ്ട് എന്ന് കരഞ്ഞാൽ നിലവിളിച്ചാൽ ആര് ഓടി വരും, എനിക്കെന്ത് ഭവിച്ചാലോ, എനിക്കൊരു ആവശ്യം നേരിട്ടാലോ, എന്റെ കുഞ്ഞെ, ഇതൊക്കെ നിന്റെ ആവലാതിയും വേവലാതിയാണ്. ഇതൊക്കെ നിന്റെ ഉള്ളത്തിൽ പൊങ്ങി വന്നാൽ അതിന്റെ അർത്ഥം നിനക്ക് നിന്റെ ദൈവത്തെ വലിയ വിശ്വാസമൊന്നുമില്ല. നിന്റെ ദൈവത്തെ നിനക്ക് നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ ഇന്ന് സന്ധ്യയിൽ പറയേണ്ടത് എന്താണെന്നറിയാമോ? എനിക്ക് ആവലാതികൾ ഉണ്ടായാലും വേവലാതി ഉണ്ടായാലും എന്റെ അകത്ത് എന്തെല്ലാം ഉണ്ടെന്ന് തോന്നിയാലും എങ്ങനൊക്കെ പൊങ്ങി വന്നാലും സാരമില്ല, എനിക്കൊരു അപ്പനുണ്ട്, എന്നെ അറിയുന്നൊരു ദൈവമുണ്ട്, എന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. ഈ രാത്രിയിൽ സന്ധ്യയിൽ വന്നിരിക്കുന്ന ജീവിതങ്ങളോട് പറയുന്ന മക്കളെ, അന്യദേശത്ത് അന്യജാതിക്കാരുടെ ഇടയിലാണ് നീ കിടക്കുന്നെങ്കിലും 105-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്: അവർ ഒരു ജാതിയെ വിട്ട് മറ്റൊരു ജാതിയുടെ അടുക്കലേക്കും ഒരു ഭാഷ വിട്ട് മറ്റൊരു ഭാഷക്കാരുടെ അടുക്കലേക്കും ഒരു രാജ്യത്തെ വിട്ട് മറ്റൊരു രാജ്യത്തും പോയെങ്കിലും അവരെ പീഡിപ്പിക്കുവാൻ അവൻ ആരെയും സമ്മതിച്ചില്ല. സ്തോത്രം. ഈ രാത്രിയിൽ വ്യക്തമായ ഒരു ആലോചന ചില ജീവിതങ്ങളോട് പറയുന്നു. അന്യദേശത്ത് കിടക്കുന്നതെങ്കിലും നിനക്ക് സേഫ്റ്റി തരുന്ന, നിന്നെ സൂക്ഷിക്കുന്ന, നിന്റെ നിയന്ത്രണ രേഖ കൈവശം വെച്ചിരിക്കുന്ന ഒരു ഉടയ തമ്പുരാൻ നിന്റെ കൂടെ ഉണ്ട്. സ്തോത്രം. ഏത് രാജ്യത്ത് പോയാലും ഏത് ദേശത്ത് ചെന്നാലും പ്രൈസ് ദി ലോർഡ്, അവിടെല്ലാം പരിപാലിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഇന്ന് രാത്രി നിന്റെ ഹൃദയം ധൈര്യപ്പെടണം. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഹല്ലേലൂയ. ചുറ്റുപാടുകൾ പറയുന്നതല്ല അവസാന വാക്ക്. വൈദ്യശാസ്ത്രം പറയുന്നതല്ല അവസാന വാക്ക്. നിന്നെ വിശ്വസിക്കുന്നവരും നിന്നെ സ്നേഹിക്കുന്നവരും പറയുന്നതല്ല അവസാന വാക്ക്. അവസാന വാക്ക് ദൈവത്തിന്റെ വാക്കാ. അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. സ്തോത്രം. മടങ്ങി വരുന്നു. തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും മുദ്രയിട്ടിരിക്കുന്നു. സ്തോത്രം. നമ്മെ ഓരോരുത്തരെയും മുദ്രയിട്ടിരിക്കുന്നു. ആര് മുദ്രയിട്ടു? തമ്പുരാൻ മുദ്രയിട്ടു. എങ്ങനെ മുദ്രയിട്ടു? ആത്മാവിനാൽ, അവന്റെ ആത്മാവിനാൽ മുദ്രയിട്ടു. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം, ചിലരുടെ വിചാരം
ആ ഉപദേശിമാരുടെ ഒരു പ്രത്യേക ഭാഷയാണ്. അയ്യോ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, നീ ആത്മാവിനെ പ്രാപിച്ചു. എന്താ ഇതിന്റെ പിന്നാമ്പുറത്തുള്ള രഹസ്യമെന്ന് ചോദിച്ചാൽ ഈ എഫേസ്യ ലേഖനത്തിലൊക്കെ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആത്മാവിനെ പ്രാപിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. പരിശുദ്ധാത്മാവിനെ അത് മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിലെ ഒരു ഒറ്റ വാക്യം ചിന്തിച്ചാൽ മതി. സ്തോത്രം. പോകണമെന്നില്ല, ഞാൻ പറഞ്ഞു വിട്ടേക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 15 ദൈവത്തിന് സ്തോത്രം 9-ാം അധ്യായത്തിന്റെ 27 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ശമൂവേൽ അഭിഷേകം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ വാക്യം പറഞ്ഞു വിടുന്നത് എന്തിനാണെന്നറിയാമോ? സമയം ലാഭിക്കാൻ വേണ്ടിയാ. 1 ശമൂവേൽ 9:27 പറയുന്നത്, നീ അവിടെ അല്പം നിൽക്ക്, നിന്റെ ബാല്യക്കാരനോട് മുമ്പേ കടന്നു പോകാൻ പറ, എനിക്ക് നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കാനുണ്ട്. അങ്ങനെ അവിടെ നിന്ന ആ ശൗലിനെ സ്തോത്രം ശൗമേൽ തൈലപാത്രം എടുത്ത് 10-ാം അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ തൈലപാത്രം എടുത്ത് അവന്റെ തലയിൽ ഒഴിച്ച് അവനെ ചുംബിച്ച് പറഞ്ഞത്, യഹോവ ഇന്നു നിന്നെ തന്റെ അവകാശത്തിന്റെ പ്രഭുവാക്കി തിരഞ്ഞെടുത്തിരിക്കുന്നു. സ്തോത്രം. തന്റെ അവകാശത്തിന്റെ പ്രഭുവാക്കി തിരഞ്ഞെടുത്തിരിക്കുന്നു. തലേ ദിവസം ഈ ശൗമേലിന്റെ വീട്ടിലുണ്ടായിരുന്നു. പിറ്റേ ദിവസമാണ് പറഞ്ഞു വിടുന്നത്. ഇത്രേ സമയത്തിനുള്ള ഒരു വചനം ഇങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ എപ്പോഴാ ഇത് പറയുന്നതെന്നറിയാമോ? തൈലപാത്രം എടുത്ത് തൈലയെ മേൽ ഒഴിച്ച് അഭിഷേകം ചെയ്തിട്ടാണ് പറയുന്നത്, യഹോവ ഇന്നു നിന്നെ അവന്റെ അവകാശത്തിന്റെ പ്രഭുവാക്കി 10:1 അഭിഷേകം ചെയ്തിരിക്കുന്നു. സ്തോത്രം. അപ്പോ അഭിഷേകം പ്രാപിച്ച ദൈവമക്കളുടെ പ്രത്യേകത, നമ്മളെ ദൈവം തന്റെ അവകാശത്തിന്റെ പ്രഭുവാക്കി നമ്മളെ അഭിഷേകം ചെയ്തു. സ്തോത്രം. ആമേൻ. അപ്പൊ നമ്മൾ ആരാണ്? ദൈവത്തിന്റെ അവകാശികൾ, രാജകീയ പുരോഹിത വർഗം. ദൈവത്തിന് സ്തോത്രം. സാധാരണക്കാരായിരുന്ന നമ്മെ അസാധാരണമാക്കി മാറ്റിയത് ദൈവത്തിന്റെ അഭിഷേകമാണ്, ദൈവത്തിന്റെ വിളിയാണ്, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പാണ്. ആമേൻ. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനത്തോട് പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, നീ അവന്റെ അവകാശത്തിന്റെ പ്രഭുവാ, നിന്റെ അവകാശം നിന്റെ ദൈവമാ, ദൈവത്തിന്റെ അവകാശം നീയാ. അങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ജീവിതമാ നീ ദൈവത്തോടെങ്കിൽ ആമേൻ, നിന്റെ അകത്ത് അവന്റെ ആത്മാവ് ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജയം. ആമേൻ. ആത്മാവിലെ ആരാധന. പരിശുദ്ധാത്മാവല്ല ആരാധിക്കുന്നത് കേട്ടോ. നമ്മുടെ ആത്മാവ് ദൈവത്തെ ആരാധിക്കേണ്ടതിന് നമുക്ക് പ്രോത്സാഹനം തന്ന് നമ്മളെ ബലപ്പെടുത്തുന്ന മനസ്സ്, ശരീരം, ആത്മാവ്, നമ്മുടെ ആത്മാവിനെ ബലപ്പെടുത്തി ആരാധനയ്ക്ക് പ്രേരിപ്പിക്കുന്ന ഘടകമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് അല്ല ആരാധിക്കുന്നത്, ആത്മാവ് നമ്മെ ആരാധിക്കാനായി നമുക്ക് വേണ്ടതൊക്കെ തന്നുകൊണ്ടിരിക്കുക. നാവിൽ അന്യഭാഷയും ശരീരത്തിന് ബലവും ആത്മാവിൽ സന്തോഷവും തന്ന് നമ്മെ പ്രേരിപ്പിച്ച് ശക്തീകരിച്ച് ദൈവത്തെ ആരാധിപ്പാൻ നമ്മളെ കൊണ്ടുപോകുന്നു. അതാണ് പരിശുദ്ധാത്മാവ്. ആമേൻ. ഞാൻ ആ ഭാഗത്തുനിന്ന് മടങ്ങി വരുന്നു. അപ്പൊ പരിശുദ്ധാത്മാവുള്ള വ്യക്തികളായിരിക്കണം ദൈവത്തിന്റെ മക്കൾ. ദൈവത്തിന്റെ മക്കളെ കണ്ടാൽ അറിയാം. സ്തോത്രം. എന്റെ ഇന്നത്തെ ശുശ്രൂഷയുടെ ചിന്താ വിഷയം അതല്ല, അതുകൊണ്ട് ഞാൻ മടങ്ങി വരുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ സ്തോത്രം. 14-ാം വാക്യം വിട്ടുകളയുന്നു. അതുകൊണ്ട് 15-ാം വാക്യത്തിൽ ഒന്നുകൂടെ വായിച്ചാട്ട് സ്തോത്രം. 15 തൊട്ട് 15, 16, 17 വായിച്ചാൽ നിർത്തിക്കും. അതു നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ച് പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും മതി മോളെ. താങ്ക് യു. നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തെ, ആരെ കുറിച്ചുള്ള പരിജ്ഞാനം? ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം. പരിജ്ഞാനം എന്ന പദം നമ്മളൊക്കെയും പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ള പദമാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. സഭയ്ക്കകത്ത് ആരെങ്കിലും എഴുന്നേറ്റ് എന്ന് വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞാൽ വിശ്വാസികൾ കേട്ടച്ചോ എന്തോ പരിജ്ഞാനമില്ലാത്ത വാക്ക് അവര് പറഞ്ഞത്. ശരിയല്ലേ? സ്വോത്രം. ദേവദാസൻ എഴുന്നേറ്റ് എന്നൊരു വാക്യം വായിച്ച വാക്യം അവിടെ ഇട്ടച്ച് പുള്ളി സഞ്ചരിച്ച
ദേശങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞു ചെല്ലുന്ന നാട്ടുകാർ പറയും, കേൾക്കുന്നവരെന്തോ പറയുന്നറിയാം, ഒരു പരിജ്ഞാനമില്ലാത്ത പ്രസംഗം, പരിജ്ഞാനമില്ലാത്ത ഇടപാട്, പരിജ്ഞാനമില്ലാത്ത പ്രസംഗം, പരിജ്ഞാനമില്ലാത്ത ബന്ധങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വേദപുസ്തകത്തിലുള്ള കാര്യമാണ്. ഇന്ന് സന്ധ്യയിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം അതാണ്, പരിജ്ഞാനം, ദൈവിക പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ, ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം. നിനക്ക് എന്തറിയാം ദൈവത്തെ കുറിച്ച്? നീ എത്രമാത്രം അറിഞ്ഞിരിക്കുന്നു ദൈവത്തെ കുറിച്ച്? പ്രൈസ് ദി ലോർഡ്. ഈ എന്തൊക്കെയോ കേട്ടു, എന്തൊക്കെയോ ശ്രവിച്ചു, എന്തൊക്കെയോ വിശ്വസിച്ചു, അതും കൊണ്ട് നടക്കുന്നതല്ല പരിജ്ഞാനം. അറിയേണ്ടതിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞ് വിശ്വസിച്ച് കൈകാര്യം ചെയ്യുന്നതാണ് പരിജ്ഞാനം. പ്രൈസ് ദി ലോർഡ്. അറിയേണ്ട കാര്യങ്ങളെ അറിയേണ്ടതുപോലെ അറിഞ്ഞ് വിശ്വസിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു പോലീസുകാരന്റെ മുമ്പിൽ, നമ്മുടെ സാധാരണ ഒരു പോലീസുകാരന്റെ മുമ്പിൽ ഒരുപക്ഷെ നമ്മൾ ചെന്ന് നിന്നാൽ, സംസാരിച്ചാൽ നമ്മൾ സാധാരണമായി ഒരുപക്ഷെ സംസാരിക്കും. അദ്ദേഹത്തിന്റെ മേലധികാരിയുടെ മുമ്പിൽ ചെന്ന് നിന്നാൽ കുറച്ചുകൂടെ ബഹുമാനത്തോടെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. ആ പോലീസിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ നമ്മൾ ഒരിക്കലും ഒരു സാധാരണ പോലീസുകാരനോട് സംസാരിക്കുന്ന പോലെ ഇടപെടാറില്ല. അദ്ദേഹത്തോട് സംസാരിക്കാൻ കുറച്ചുകൂടെ നമ്മൾ ജാഗ്രതയോടെ ആയിരിക്കും അവിടെ ചെന്ന് നിൽക്കുന്നത്. നമ്മുടെ ഉള്ളിലൊരു ജാഗ്രതയുണ്ട്, ഇയാൾ സാധാരണക്കാരനല്ല, അപ്പൊ അയാളെ കുറിച്ച് ഒരു അറിവ് നമുക്കുണ്ട്, ഇത്രയുണ്ട്. പക്ഷേ നമ്മുടെ പ്രസിഡന്റിന്റെ മുമ്പിൽ നമ്മൾ പോയി നിൽക്കുമ്പോഴോ, ഒരു പോലീസുകാരന്റെ മുമ്പ് നിൽക്കുന്ന പോലല്ല നമ്മൾ നിൽക്കുന്നത്. സുബോധമുള്ള, ബുദ്ധിക്ക് കനമുള്ള, അല്ലെങ്കിൽ ബുദ്ധി പ്രവർത്തിക്കുന്ന ഒരു സാധാരണക്കാരൻ ഒരു പ്രസിഡന്റ് മുമ്പിൽ പോയി നിന്നാൽ അവിടെ ചെന്ന് നിൽക്കാൻ തന്നെ ഒരു ചിട്ടയും ചടങ്ങും ഉണ്ട്. ഇതൊക്കെ പഠിച്ചിട്ട് അങ്ങോട്ട് കയറുന്നത്. അല്ലാതെ മാർക്കറ്റിൽ പോയി സാധനം മേടിക്കുന്ന പോലെ നമ്മുടെ പ്രസിഡന്റിന്റെ അരികെ പോയി നമ്മൾ ആരും വർത്താനം പറയത്തില്ല. അതിനൊക്കെ കുറച്ച് അകൽച്ചകളുണ്ട്. അയാൾ ആരാന്ന് നമുക്കറിയാം. അതിന് സമയങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. ഇതെല്ലാം അറിഞ്ഞാണ് ചെയ്യുന്നതെങ്കിൽ, അങ്ങനെ ചെയ്യാവൂ എന്നുണ്ടെങ്കിൽ അതിന്റെ പേരൊരു പരിജ്ഞാനമാണ്. സ്തോത്രം. അവിടെ ചെന്ന് കയറി പറയാനുള്ള ഒരു പരിജ്ഞാനം നമുക്കുണ്ട്. ലോകത്തിൽ മരണം കൊണ്ട് മാറ്റപ്പെടുന്ന ഉന്നതന്മാരായ ഈ പാർട്ടികളുടെയൊക്കെ അടുക്കൽ നമുക്ക് ചെന്ന് നിന്ന് സംസാരിക്കാനും കാര്യങ്ങൾ കാണാനും ഇങ്ങനെ ഇത്രയൊക്കെ അറിവുണ്ടെങ്കിൽ സത്യത്തിൽ നമ്മുടെ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലാൻ നമുക്ക് പരിജ്ഞാനം വേണ്ടേ? പ്രൈസ് ദി ലോർഡ്. എങ്ങനെങ്കിലും ഒക്കെ അങ്ങ് ചെന്നാൽ മതിയോ? സ്തോത്രം. ഞാന് ഇന്ന് രാത്രികാലം ഈ വചനത്തിലേക്ക്, ഇതിന്റെ അപകട വിഷയത്തിലേക്കും മുന്നറിയിപ്പിലേക്കും നിങ്ങളെ ഒന്ന് കൊണ്ടുപോകാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ കുറിച്ചുള്ള അറിവ്. അവൻ ആരാ, അവൻ എന്താ, എനിക്കവൻ ആരാ, എന്തൊക്കെ ചെയ്തു തരാൻ അവന് കഴിയും, എന്ത് കഴിയത്തില്ല, എന്ത് കഴിയും എന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ അപ്പനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, വാക്യം വായിച്ച് സഹോദരി പോയാ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. റോമർ 10:2. അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരായിരുന്നു. ആരാ? റോമാക്കാരെ കുറിച്ച് പറയുക. അവർ പരിജ്ഞാനമുള്ളവരായിരുന്നില്ല എങ്കിലും അവർക്ക് ദൈവത്തെ കുറിച്ച് എന്തോ ഉണ്ട്, നല്ല എരിവുണ്ട്. സ്വത്തം. ഇത് നമുക്ക് ചിലപ്പോൾ നോക്കി, ഇത് രണ്ടും നമുക്കില്ലെങ്കിലും, എരിവില്ല, പരിജ്ഞാനമില്ല, രണ്ടുമില്ലെങ്കിൽ പരിജ്ഞാനമില്ലായകയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. ഹോശിയ പ്രവാചകൻ വിളിച്ചു പറയുന്നു, പരിജ്ഞാനമില്ലായകയാൽ എന്റെ ജനം നശിച്ചു. ഞാൻ സാധാരണ ഒരുപാട് വാക്യങ്ങൾ വായിപ്പിക്കുന്ന ആളല്ല, പക്ഷെ ഈ സബ്ജക്റ്റിന് കുറച്ചു വാക്യം അത്യാവശ്യമായതുകൊണ്ട് മാത്രം ഞാൻ വായിപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുന്നത്, അവർ ദൈവത്തെ കുറിച്ച് വലിയ പരിജ്ഞാനമൊന്നും ഇല്ലെങ്കിലും അവർക്ക് ഭയങ്കര എരിവായിരുന്നു ദൈവത്തെ കുറിച്ച്. സ്തോത്രം. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്നവരോട് പറയുക, ഹല്ലേലൂയ, പരിജ്ഞാനം നമുക്ക് പതുക്കെ പഠിച്ചാലും നല്ല എരിവുള്ളത്തി വേണം. എന്തിനാ എരിവ്? പൗലോസ് പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ആമേൻ. ആ ഒരു ഉള്ളിൽ ഒരു എരിവുണ്ടാകണം. എന്തിനുള്ള എരിവ? ഒന്ന്, നമ്മെ തന്നെ സൂക്ഷിച്ച് ആരാധിക്കാനുള്ള ഒരു എരിവ്. 2, ആത്മാക്കളെ നേടാനുള്ള എരിവ്. 3, നമ്മുടെ കൂട്ടായ്മയിലേക്ക് ചെന്ന് കയറാനുള്ള എരിവ്. 4, കൂട്ടു സഹോദരങ്ങളെ ഒന്ന് കൈചേർത്ത് പിടിക്കാൻ, ചേർത്ത് പിടിക്കാനുള്ള ഒരു എരിവ് നമ്മുടെ അകത്തുണ്ടായിരിക്കണം.
പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ ഭാഗവും വിടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവത്തിന് സ്തോത്രം. മലാഖിയുടെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യവും കൊലോസ്യ ലേഖനം 1:10 ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, സാധാരണ ഞാൻ വാക്യം ഇങ്ങനെ വായിപ്പിക്കാറില്ല. പക്ഷെ ഇന്നത്തേക്ക് ഈ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് മാത്രം പരിജ്ഞാനം എന്ന വിഷയത്തിലേക്ക് നമ്മൾ വരുന്നു. ദൈവത്തെ കുറിച്ചുള്ള അറിവ്. ദൈവത്തിന് സ്തോത്രം. മലാഖി 2:7, കൊലോസ്യർ 1:10. സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ. പുരോഹിതൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ ദൂതനാകയാൽ അവന്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും അവന്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതാകുന്നു. മതി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പുരോഹിതന്റെ അധരത്തിൽ എന്തോ വേണം. ഇപ്പൊ എല്ലാരും ചിന്തിച്ചാണ് ഞങ്ങളുടെ ഭാഷയെ കുറിച്ചാ പറയുന്നത്. അവിടെയാ നിങ്ങൾക്ക് തെറ്റിപ്പോയത്. ഞങ്ങളുടെ ഭാഷയെ കുറിച്ചല്ല പറയുന്നേ. പിന്നെ ആരെ കുറിച്ചാ പറയുന്നത് അറിയാമോ? ആമേൻ. സ്തോത്രം. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെല്ലാം ആരാ? രാജകീയ പുരോഹിത വർഗം. സ്വന്തം ജനമാണ്. ആമേൻ. രാജകീയ പുരോഹിത വർഗം. അപ്പൊ പുരോഹിത വർഗമായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും പാട്ടയുടെ ആമേൻ ഹല്ലേലൂയ കയ്യിലോട്ട് ഇതെല്ലാം കൂടെ വാരി കൊടുത്തേക്കല്ലേ. നമ്മളെല്ലാവരും ചേർത്ത് പറഞ്ഞിരിക്കുക രാജകീയ പുരോഹിത വർഗമായത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. നമ്മുടെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതാകുന്നു. ദൈവത്തിന് സ്തോത്രം. പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതാകുന്നു. രക്തത്താൽ ജയം 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 ജയം. ഞാൻ ആ ഭാഗം അങ്ങനെ പറഞ്ഞു വിട്ടു. എവിടെ പരിജ്ഞാനം? ആധരത്തിന്റെ മേൽ പരിജ്ഞാനം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വായി തോന്നുന്നതെല്ലാം പറയാനുള്ളതല്ല നമ്മുടെ നാവ്. ഒരിക്കൽ നമ്മുടെ നാവ് കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ആമയെ പറഞ്ഞു പിടിപ്പിച്ചൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട ശേഷമോ വായി തോന്നുന്നതും മനസ്സിൽ വരുന്നതും എല്ലാം പറയാനുള്ളതല്ല നമ്മുടെ നാവ്. ഇത് ദൈവത്തെ സ്തുതിക്കാനുള്ള നാവ. ഇതിനകത്തുനിന്ന് വല്ലതും പുറത്തു വരുന്നുണ്ടെങ്കിൽ ഉപ്പിനാൽ രുചി വരുത്തുന്നതും കൃപയോട് കൂടിയതായിരിക്കണം ഇതിനകത്തുനിന്ന് വരേണ്ടത്. അല്ലാത്തതിനെല്ലാം ന്യായവിധി ഉണ്ടെന്നാണ് ദൈവത്തിന്റെ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ അധരത്തിന്മേൽ ആ സഹോദരനോട് അല്പനേരം സംസാരിച്ചാൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. ആ സഹോദരന്റെ കൂടെ ഇരുന്ന് അല്പനേരം പ്രാർത്ഥിച്ചാൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. നമ്മുടെ അകത്തെ മനുഷ്യന് ഒരു ബലമുണ്ടാകും. എന്ത് മാധുര്യമേറിയ ശബ്ദമാ. ഏത് പ്രയാസത്തിലാണേലും ഓടി അവിടോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ആശ്വാസവാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ പകുതി പ്രയാസം അങ്ങ് പോകും. പ്രൈസ് ദി ലോർഡ്. ചിലതിന്റെ അടുക്ക പോയിരുന്നാൽ ഒരു പ്രയാസം ഇല്ലാത്തവനും ചിലതിന്റെ അടുക്ക പോയിരുന്ന് 4 വാക്ക് കേട്ട് കഴിഞ്ഞാൽ വലിയ മനപ്രയാസത്തോടാ ചിലത് ഇറങ്ങി പോകുന്നത്. എന്ന് വെച്ചാൽ വായിൽ നിന്ന് ഇറങ്ങുന്ന ആ സൈസാ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അധരം സൂക്ഷിക്കണം. അധരത്തിൽ പരിജ്ഞാനം വേണം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകുവണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും. മതി. അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട്. എന്തെങ്കിലും പരിജ്ഞാനം കൊണ്ട് നിറയാനല്ല പൗലോസ് പറയുന്നേ. എങ്ങനെങ്കിലും നിറയാനല്ല പറഞ്ഞത്. എങ്ങനെങ്കിലും ആയിക്കോട്ടെ. അല്ല, ദൈവ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം, ദൈവം ആഗ്രഹിക്കുന്ന പരിജ്ഞാനം, ദൈവം ഇഷ്ടപ്പെടുന്ന പരിജ്ഞാനം, ദൈവിക പൂർണ്ണതയുടെ പരിജ്ഞാനം ദൈവമക്കള് പ്രാപിക്കണം. ആമേൻ. രക്ഷിക്കപ്പെട്ടാൽ പോരാ, മാനസാന്തരപ്പെട്ടാലും പോരാ, സ്നാനപ്പെട്ടാലും പോരാ, അഭിഷേകം പ്രാപിച്ചാലും പോരാ. ഇതൊക്കെ പ്രാപിച്ചത് സത്യമാണെങ്കിൽ ദൈവിക പരിജ്ഞാനത്തിൽ നിൽക്കുന്നില്ലെങ്കിൽ അപകടമുണ്ടെന്നാണ് ഇന്ന് സന്ധ്യയിലെ ദൂത് കിടക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കൾ എന്ത് പഠിക്കണം? ദൈവിക പരിജ്ഞാനം പഠിക്കണം. എങ്ങനെ പഠിക്കണം? ദൈവത്തിന് ഹിതത്തിനൊത്തവണ്ണം. അതുകൊണ്ട് ദൈവഹിതത്തിനൊത്തവണ്ണമുള്ള വാക്കുകളും ദൈവഹിതത്തിനൊത്തമുള്ള ചിന്തകളും നമ്മുടെ ഹൃദയവും വാക്കുമെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നതാ. അപ്പൊ ഇതിന് ഹൃദയം നിറഞ്ഞു തുളുമ്പുന്നല്ലോ വായി സംസാരിക്കുന്നത്. അകത്ത് നടക്കേണ്ടത്, അകത്ത് ചിന്തിക്കേണ്ടതെല്ലാം ദൈവികമായിരിക്കട്ടെ. പണ്ട് ലോകത്തിലുള്ളതെല്ലാം വാരിയിട്ട് ചിന്തിച്ചു, ഇഷ്ടം പോലൊക്കെ ജീവിച്ചു, വരുന്നതൊക്കെ പറഞ്ഞ വാക്കിന്റെ ബാക്കി പറഞ്ഞൊക്കെ ജീവിച്ചവരാ. പക്ഷേ ഇനി അത് പാടില്ല. സ്തോത്രം. അധരത്തെ സൂക്ഷിക്കണം. പരിജ്ഞാനം ഉണ്ടാകണം. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം കൂടെ കൊലോസ്യ ലേഖനം 3:10 എന്താ പറഞ്ഞിരിക്കുന്നത്? സ്തോത്രം. ഹല്ലേലൂയ.
അന്യോന്യം പോൾക്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു, തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതുമനുഷ്യനെ ധരിക്കുന്നുവല്ലോ. പഴയ മനുഷ്യന്റെ പ്രത്യേകതയല്ല പരിജ്ഞാനം, പുതിയ മനുഷ്യന്റെ പ്രത്യേകതയാ. ദൈവത്തിന് സ്തോത്രം. അവൻ പുതിയ മനുഷ്യനാണോ പഴയ മനുഷ്യനാണോ എന്ന് തിരിച്ചറിയാൻ വളരെ എളുപ്പമാ. എന്താ കാരണം? പരിജ്ഞാനത്തിലുള്ള ഇടപെടൽ, പരിജ്ഞാനത്തിലുള്ള വാക്കുകൾ, പരിജ്ഞാനത്തിലുള്ള വചനങ്ങൾ, പരിജ്ഞാനത്തിലുള്ള ജീവിതം. ആമേൻ. എന്താ കുഞ്ഞാ ഇങ്ങനെ നടക്കുന്നത്? പണ്ട് എന്റെ കൂടെ പഠിച്ച ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, അവന് ഹിന്ദു ആയിരുന്നു. ആമേൻ, സ്തോത്രം. എന്റെ ക്ലാസ്സിൽ പഠിച്ചതാ. ഒരു ഊമയെ പോലെ സംസാരിക്കുന്നവനാണെങ്കിലും അധികം ആരോട് സംസാരിക്കാത്ത ഒരു ഊമയെ പോലൊരു ബെഞ്ചിന്റെ മൂലയിൽ ഇരുന്ന്, എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ്സോ 6ാം ക്ലാസ് വരെ എങ്ങനെ പഠിച്ചുള്ളൂ. അത് കഴിഞ്ഞ പുള്ളിയെ കുറെ കാലത്തേക്ക് കാണാനില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു പാവപ്പെട്ട കുടുംബത്തിൽ, ആമേൻ, മാവേലിക്കര കല്ലുമലയിൽ ജനിച്ച മനുഷ്യനാ. ദൈവത്തിന് സ്തോത്രം. ഭൂമിയിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞങ്ങൾ ഒന്നിച്ചു പഠിച്ചതാണ്. കുറച്ച് നാളുകൾ കഴിഞ്ഞ്, ഞങ്ങളൊക്കെ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞ് കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഒരു വെള്ള ഉടുപ്പും ഒരു വെള്ള മുണ്ടും ഒക്കെ ഇട്ടുകൊണ്ട് ജംഗ്ഷനിൽ നിൽക്കുന്നു. ഞാൻ ഇദ്ദേഹത്തെ കണ്ടൊന്ന് ആദ്യം ഒന്ന് പകച്ചു നിന്നു. എന്റെ കൂടെ പഠിച്ച പഴയ പുള്ളി തന്നെയാണോ എന്നൊരു നോട്ടം ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പം ആൾ അത് തന്നെ. എന്നെ കണ്ടിട്ട് ചിരിച്ച് കൈപൊക്കി ഒരു പ്രൈസ്തലോട് പറഞ്ഞു. സ്തോത്രം. ഞാൻ അടുത്ത് ചെന്ന് ചോദിച്ച് അവന്റെ പഴയ പേര് വിളിച്ചു. ആ പേര് വിളിച്ച് ചോദിച്ചു, നീ തന്നെയാണോ? എന്നോട് പറഞ്ഞു, അതെ. ഇപ്പൊ എന്താ ഇങ്ങനൊക്കെ? ഇപ്പോൾ എന്റെ പേര് യേശുദാസ് എന്നാ. എന്റെ ഹിന്ദു പേര് ഞാൻ മാറ്റി, ഇപ്പോൾ എന്റെ പേര് യേശുദാസ് എന്നാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവിടെ നിന്ന് അല്പനേരം അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എനിക്കൊരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലായി. ഹല്ലേലൂയ. പരിജ്ഞാനത്തിനായി പുതിയ മനുഷ്യനെ പ്രാപിക്കണം, പുതിയ മനുഷ്യനാകണം. ഇവൻ ഒരു പുതിയ മനുഷ്യനായി കഴിഞ്ഞപ്പോൾ അന്ന് ഞാൻ കണ്ട 2 രൂപങ്ങൾ, പണ്ടത്തെ രൂപമല്ല ഇപ്പോഴത്തെ രൂപം, പണ്ടത്തെ വേഷമല്ല ഇപ്പോഴത്തെ വേഷം, പണ്ടത്തെ ഭാഷയല്ല ഇപ്പോഴത്തെ ഭാഷ, വായിൽ നിന്ന് ഇറങ്ങുന്നതല്ല ആത്മീയ ഭാഷകളായി ഇറങ്ങി വരുന്നേ. ഞാനപ്പോ ചോദിച്ചു, യേശുദാസേ, നിന്റെ പഴയ പേര് ഇങ്ങനല്ലായിരുന്നു? അതെ. നീ തന്നെയാണോന്ന് അറിയാൻ വേണ്ടിയാ രാജനെ. ഞാൻ തന്നെയാ. എന്റെ യേശു എന്നെ രക്ഷിച്ചു. യേശു എന്റെ അകത്ത് വന്നു. അന്ന് എന്റെ രംഗമെല്ലാം മാറി, എന്റെ ഭാഷ മാറി, വേഷം മാറി, ശരീര ഘടനകൾ മാറി. ഞാനിപ്പോൾ ഇവിടെ അടുത്തൊരു ആരാധനയ്ക്കാ പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവം കൃപകളാൽ എന്നെ നിറച്ചു. പറയട്ടെ, വ്യക്തമായ കൃപാവരങ്ങളോടെ തന്നെ ദൈവം നിറച്ചെടുത്തു. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ വാക്യത്തോട് ബന്ധപ്പെട്ട് പഴയ മനുഷ്യൻ ഈ പരിജ്ഞാനം ധരിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. അത് പുതിയ മനുഷ്യന് മാത്രമേ ധരിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, പരിജ്ഞാനത്തിനായി നിങ്ങൾ പുതിയ മനുഷ്യനെ ധരിച്ചു കൊള്ളുവീൻ. എന്നെ ഇന്ന് സന്ധ്യയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോട് പറയുന്നു. ഒരുപക്ഷെ കേട്ടതോ കേൾക്കാത്തതോ ആയതായിരിക്കാം. ഈ രാത്രിക്കാലം നിങ്ങളോട് പറയുന്നത്, രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ, സ്നാനപ്പെട്ടെന്ന് പറഞ്ഞാൽ, അഭിഷേകം പ്രാപിച്ച് കൈകൊട്ടുമ്പോൾ പാട്ടിന്റെ ക്ലൈമാക്സിൽ 2 അന്യഭാഷ പറയുന്നതല്ല. വേദപുസ്തകത്തിന്റെ പാറ്റേൺ അത് വേറെയാ. ഇത് ആരോ പണ്ട് പഠിപ്പിച്ചു വെച്ചത് അതല്ല എന്റെ പാറ്റേൺ. സ്തോത്രം. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ വായിക്കല്ലേ പറഞ്ഞുകൂടാ? എഫേസ്യ ലേഖനം 5-ന്റെ 11 തൊട്ട് 18 തൊട്ട് താഴ്ത്തു വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വീഞ്ഞു കുടിച്ചും അത്രയാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും. അപ്പൊ നിറഞ്ഞിട്ട് പാടാൻ ആ വ്യവസ്ഥ പാടിയച്ച് നിറയാനല്ല. സ്തോത്രം. പാട്ട് പാടിയച്ച് നിറയാനല്ല. നിറഞ്ഞിരിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പാടണം. അതിന്റെ കാര്യമാ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഇതാരോ പണ്ട് കണ്ടുപിടിച്ചു വെച്ചതാ, അത് നമ്മൾ അങ്ങ് അനുകരിച്ചു പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, പുതിയ മനുഷ്യന്റെ അകത്ത് വരുന്ന പുത്തൻ ആത്മാവ് നിന്നെ പരിജ്ഞാനം പഠിപ്പിക്കും. പുതിയ മനുഷ്യന്റെ അകത്ത് വരുന്ന ദൈവത്തിന്റെ ആഴങ്ങൾ നിന്നെ ദൈവം പഠിപ്പിക്കും. അതിലൂടെ ദൈവം നിന്നെ നടത്തും. നിന്റെ രീതി മാറും, നിന്റെ സ്വഭാവം മാറും, നിന്റെ ചിന്ത മാറും, നിന്റെ ആറ്റിറ്റ്യൂഡ് മാറും. നിന്റെ മുൻപുണ്ടായിരുന്ന സകല ബിഹേവിയറും ഒന്നിച്ചു മാറ്റിയെടുത്ത് നിന്നെ ഒരു പുതിയ മനുഷ്യനാക്കി സൃഷ്ടിച്ചെടുത്ത് ഒരുക്കി വെച്ച ആ മനുഷ്യനെയാണ് ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ ദൈവം നിറയ്ക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇദ്ദേഹത്തെ ഞാൻ കണ്ടു അന്തം വിട്ടുപോയി. ദൈവത്തിന് സ്തോത്രം. എങ്കിലും അദ്ദേഹം വർഷങ്ങൾ കർത്താവിന്റെ വേല
ഭയങ്കര വെളിപ്പാടാ പറയും. ഞങ്ങളുടെ ചർച്ചിൽ വിളിച്ചോണ്ട് പോയി ഞാൻ പറഞ്ഞു, എന്റെ കൂടെ എന്റെ ബെഞ്ചിൽ നിന്ന് പഠിച്ച കൊച്ചു സഹോദരനാ, അവനിപ്പോൾ ദൈവിക പരിജ്ഞാനത്തെ തികഞ്ഞവനായി കർത്താവിനെ അറിഞ്ഞു. ആ സഭയിൽ വിളിച്ച് ശുശ്രൂഷയൊക്കെ ചെയ്യിച്ചു. ഞാനിവിടെ പറഞ്ഞത് വന്നത്, പരിജ്ഞാനത്തിനായി പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. അങ്ങനെ പുതിയ മനുഷ്യനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തിൽ വെളിപ്പെടുന്നതാണ് ദൈവിക പരിജ്ഞാനം, ദൈവത്തെ കുറിച്ചുള്ള അറിവ്. ഇതാ നമുക്ക് വേണ്ട. ദൈവമക്കളെ, കമ്പ്യൂട്ടറിനെ കുറിച്ച് നാൾക്ക് നാൾ പഠിച്ച് പകേറി നീ ഒരു വലിയ ഡിഗ്രി എടുത്ത് വലിയ കാര്യമൊന്നുമില്ല, ചത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല. നീ എത്രമാത്രം പഠിച്ച് PhD എടുത്ത് അതിന്റെ മോളിൽ കയറി ശാസ്ത്രജ്ഞനായാലും അത് നിന്നെ സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകത്തില്ല. അവിടെ പോകണമെങ്കിൽ ഈ പരിജ്ഞാനം നിനക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. വചനം പഠിക്ക്, നിശ്ചയം പ്രാപിക്ക്, പരിജ്ഞാനത്തിൽ നിൽക്ക്, പരിജ്ഞാനം പ്രാപിക്ക്. എന്നിട്ട് മുൻപോട്ട് പോ. എങ്ങനെങ്കിലും പോകരുത്. ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള പരിജ്ഞാനത്തിൽ ദൈവജനം ഓരോ ദിവസവും നിറഞ്ഞു വരട്ടെ. ഹല്ലേലൂയ. വാക്യങ്ങൾ ഒരുപാട് വായിക്കാനുണ്ടെങ്കിലും അങ്ങോട്ടെങ്കിലും ഞാൻ പോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണേ കുറിച്ച് വെക്കാം. സഭാപ്രസംഗി 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 3:10 ഞാൻ വായിച്ചു. 1 കൊരിന്ത്യ ലേഖനം 15:34, 2 കൊരിന്ത്യർ 10:5 ഇവിടെ എല്ലാം പരിജ്ഞാനത്തെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ കുറിച്ചുള്ള അറിവ് തന്റെ ജനത്തിന്റെ മേൽ പകരാൻ ദൈവം എപ്പോഴും ജാഗരൂകനായിരിക്കുകയാണ്. ആമേൻ. സ്തോത്രം. എന്താ കാര്യം എന്നറിയാമോ? 2 ദിനവൃത്താന്തങ്ങൾ 16-ാം അധ്യായത്തിന്റെ 9 ഇങ്ങനെയാണ് വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. തങ്ങൾ ഏകാഗ്രചിത്തന്മാരായി ഇരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ ദൃഷ്ടി ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിങ്കൽ ഏകാഗ്രതയോടിരിക്കുന്ന തന്റെ ജനത്തെ ദൈവം അവരിലൂടെ വെളിപ്പെടുത്തി കൊടുക്കാൻ ദൈവം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന നിന്റെ മേൽ സ്വർഗത്തിന്റെ കണ്ണോടക്കിയാൽ, ഹല്ലേലൂയ, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഏകാഗ്രതയോടെ ദൈവസ്ഥലി പ്രാർത്ഥിക്കുന്ന നിന്റെ മേൽ സ്വർഗത്തിന്റെ കണ്ണുടക്കിയാൽ തമ്പുരാൻ അവിടെ നിൽക്കും. തന്റെ മഹത്വം, തന്റെ ശക്തി അവനിലേക്ക് ദൈവം ഇറക്കി കൊടുക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ രാത്രിയിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ഈ പരിജ്ഞാനത്തിന്റെ ശക്തി ഭയങ്കരമാണ്. ദൈവത്തെ കുറിച്ചുള്ള അറിവിന്റെ ശക്തി. ഇനിയും ഈ ദൈവത്തെ അറിയാതെ പോയാൽ, അല്ലെങ്കിൽ പരിജ്ഞാനം പ്രാപിക്കാതെ പോയാൽ ഉണ്ടാകാവുന്ന അപകടത്തിലേക്ക് വന്നിട്ട്, പരിജ്ഞാനം കൂടിക്കൂടി വരുന്തോറും ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞ് 2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാം. വായിക്കാം. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 18 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കേണ്ടതെങ്കിലും 18-ാമത്തെ വാക്യം തൊട്ട് താഴോട്ട് കുറച്ച് വായിച്ചിട്ട് സ്തോത്രം, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല മനുഷ്യരുടെയും അഭക്തിക്ക് നേരെ ദൈവത്തിന്റെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് ജ്വലിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വാക്യം വായിച്ചു. ദൈവത്തെ കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായി. ദൈവത്തെ കുറിച്ച് അറിയാവുന്നവർക്ക് വെളിവായി. പിന്നെ ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. എന്നിട്ട് അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവർത്തനാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും. അതാ ശ്രദ്ധിച്ചോണേ മോളെ, പതുക്കെ വായിക്കണേ. താങ്ക് യു. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും, നമ്മളെ കൂടെ ചേർത്താ പറയുന്നത് കേട്ടോ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്തു മഹത്വീകരിക്കുകയോ നഗ്നി കാണിക്കുകയോ ചെയ്യാതെ, അടുത്ത വാക്യം, തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്ന്, തങ്ങളുടെ ചിന്തകളിൽ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായി തീർന്നിട്ട് അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ലോക മനുഷ്യനെ കുറിച്ച് മൊത്തത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നതെങ്കിലും സ്തോത്രം, ദൈവമക്കളായ നമുക്കൂടെ ഇതൊന്ന് ചിന്തനീയമായ വിഷയമാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ 28 വായിക്കാം. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഒന്നുകൂടെ വായിക്കുന്നു ആ വാക്യം. ശിവന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ
നന്ദി കാണിക്കുകയോ ചെയ്യാതെ. സ്തോത്രം. രണ്ട് കാര്യങ്ങൾ. ദൈവത്തെ അറിഞ്ഞവരെന്ന് പറയുന്ന ദൈവത്തിന്റെ ജനം, അവൻ ദൈവമാണെന്ന് അറിഞ്ഞിട്ടും അവന് കൊടുക്കേണ്ട ബഹുമാനം, നന്ദി കൊടുക്കുന്നുണ്ടോ? മലാഖി പ്രവചനത്തിൽ അത് തന്നെയാ മലാഖി ചോദിക്കുന്നത്. വായിക്കണ്ട. ഒന്നാം അധ്യായത്തിലൊക്കെ അത് എഴുതി, ഒന്നാം അധ്യായത്തിൽ രണ്ടാം അധ്യായത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അപ്പനാണെങ്കിൽ എന്നോടുള്ള സ്നേഹം എവിടെ? ഞാൻ യജമാനനാണെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ദൈവമക്കളെ, സ്നേഹത്തോടു കൂടി ഒരു കാര്യം പറയുക. ദൈവത്തെ അറിയാമെന്ന് പറഞ്ഞാൽ ചിലരുടെയൊക്കെ പോക്കും വരവും ജീവിതവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ജീസസ് ഇൻ മൈ പോക്കറ്റ്, കർത്താവ് എന്റെ പോക്കറ്റിൽ ഇരിക്കുകയാണ്, ഞാൻ പറയുന്നതിലൊക്കെ പുള്ളി അടങ്ങി അവിടെ ഇരുന്ന് വേണം കേട്ടോ. സ്തോത്രം. പണ്ടൊരു കള്ളൻ നിങ്ങളുടെ കുരിശിൻ തൊട്ടി നേർച്ചയിടാൻ വന്ന പോലെ, ഇന്ന് ഞാൻ രാത്രി കക്കാൻ പോവാണ്, എന്നെ പോലീസ് പിടിക്കാതെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പരിക്കേക്കാതെ തിരിച്ചു വന്നാൽ കിട്ടുന്നതിന്റെ ഒരു വീതം മാതാവിന് തന്നേക്കാം, കുരിശിൻ തൊട്ടിയിൽ ഇട്ടേക്കാവുന്നു. എന്റെ മാതാവിന്റെ ജോലി ഇവന്റെ കൂടെ കക്കാൻ പോവില്ലേ, ഇവനെ സൂക്ഷിച്ച് മോട്ടിച്ച് അവിടെ കൊണ്ടുവന്ന് എന്നിട്ട് വീതം പറ്റണ്ടേ? വീതം പറ്റണേ കൂടെ നിൽക്കണം. പെന്തക്കോസുകാർക്ക് ചിലർക്കൊക്കെ ഇങ്ങനെ ചിന്തയുണ്ട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു, കൃപയെ വന്നു, കർത്താവ് ഞങ്ങളുടെ പോക്കറ്റിലുണ്ട്, പിന്നെ ഞങ്ങൾ പറയുന്ന പോലെ ഒക്കെ നിന്നോണം. ഞങ്ങള് കള്ളം കാണിച്ചാൽ അതൊക്കെ നിൽക്കണം. ഞങ്ങള് മാസത്തിന്റെ ആരംഭത്തിൽ ദശാംശം കൊണ്ട് തരണ്ടല്ലേ. അപ്പൊ ഞങ്ങളുടെ കൂടെ ഒക്കെ ഇങ്ങനെ കടിച്ചു പിടിച്ചൊക്കെ നിൽക്കാമെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ കിട്ടുന്നതനുസരിച്ച് തന്നുകൊണ്ടിരിക്കുക എന്ന് വല്ല ധാരണ ആർക്കെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ സ്തോത്രം, ലവം പോകുന്ന കൂട്ടത്തിൽ അങ്ങ് പോകാം. എങ്ങോട്ടാ? നിത്യ നരകത്തിലോട്ട് പോകാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു കഥ ഞാൻ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ കേട്ടു. ഒരച്ഛൻ ഇവിടുന്ന് മരിച്ച് ദൈവന്യായവിധിയുടെ മുമ്പിൽ പോയി നിന്നു. അപ്പൊ അദ്ദേഹം വിചാരിച്ചത്, സ്തോത്രം, എന്നെ ഇപ്പോൾ ഞാൻ ഇത്രയും വർഷം ഒരു കത്തനാരായിട്ട് ജോലി ചെയ്ത് സേവനം അനുഷ്ഠിച്ചു, കർത്താവിനെ സേവിച്ചു, കല്യാണം പോലും കഴിച്ചില്ല. ഇപ്പൊ ഇവിടെ വന്നു എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പർദീസയിൽ അകത്തോട്ട് എന്നെ കർത്താവ് വിധിച്ച് അങ്ങോട്ട് വിടുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിങ്ങനെ ഇരുന്നപ്പോ കർത്താവ് കത്തനാരെ കയറി അങ്ങ് വിധിച്ചു. വിധിയെല്ലാം കഴിഞ്ഞപ്പോ അടുത്ത ദൂതനോട് പറഞ്ഞു, ഇവനെ പൊക്കിയെടുത്ത് ആ തീപ്പൊയ്ക്കകത്തി കൊണ്ടിടാൻ പറഞ്ഞു. അപ്പൊ കത്തനാർ, അയ്യോ കർത്താവേ, ഇത്രയും വർഷം എന്റെ ആയുസ് മുഴുവനും ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ഈ ധൂപമർപ്പിച്ച് ഈ കണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ഈ ജനത്തെ മുഴുവൻ സേവിച്ചതല്ലേ, സ്തോത്രം, എന്തിനാ എന്നെ പിടിച്ച് അങ്ങോട്ട് ഇടുന്നത് ചോദിച്ചപ്പോ കർത്താവ് പറഞ്ഞ മറുപടി, നീ അവിടെ നിന്ന് ത്രോണോസിൽ നിന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും നിന്റെ അടുക്കൽ പ്രാർത്ഥനയ്ക്ക് വന്ന സ്ത്രീകളെ നീ വെറുതെ വിട്ടില്ല. നീ അവരെയെല്ലാം ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തവനാ. ആരാധനയ്ക്കകത്തു പോലും നീ ഒരു ഭക്തി എന്നോട് കാണിച്ചില്ല. അധരം കൊണ്ട് നീ എന്നെ ബഹുമാനിച്ചുള്ളൂ. നിന്റെ ഹൃദയത്തിനകത്തിൽ വ്യഭിചാരം എന്ന വലിയ പാപ വിധിക്കുക. അതുകൊണ്ട് നിന്നെ ഇവിടെ കയറ്റാൻ കൊള്ളത്തില്ല. നിന്നെ കിടത്തേണ്ട സ്ഥലം ആ തീയാണ്, പോക്കോളാൻ പറഞ്ഞു. സ്തോത്രം. ഇയാള് കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയെന്നൊക്കെയാ പറയുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനത്തോടൊരു വാണിംഗ് അറിയാം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിൽ വന്ന് സത്യമാണെങ്കിൽ ഇതിനകത്തിൽ നിൽക്കേണ്ട പോലെ നിൽക്കണം. ആരാധിക്കേണ്ടത് പോലെ എനിക്ക് സങ്കടവും വരുന്നുണ്ട്, എനിക്കുള്ളിൽ പേടിയും വരുന്നുണ്ട്. കാരണം എന്റെ പലപ്പോഴും കർത്താവ് എന്നെ ഏൽപ്പിച്ച ആലോചന ഫൈനൽ ആലോചനകള. എന്നെ അപ്പുറത്തൊരു ദൂത് പറയാൻ പലരും കിട്ടിയിട്ടില്ല. അങ്ങനെ എന്നെ അയച്ചിട്ടുണ്ട് പലയിടത്തും. ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ടില്ല, നിന്നെ കൊണ്ടേ പറ്റുക്കോളാൻ പറഞ്ഞു. 23 പല പ്രാവശ്യം രോഗങ്ങളാൽ ഞാൻ ഭാരപ്പെട്ട മരണം വരെ എത്തി. പ്രവാചകന്മാരെ വിളിച്ചു പറഞ്ഞു, നീ ചത്തുപോകാൻ പോവാന്ന്. ഞാൻ ചിരിച്ച് എന്റെ അപ്പന്റെ വീട്ടിൽ പോകാമല്ലോ. സ്തോത്രം. ഉടനെ അപ്പം വന്നിച്ച് പറഞ്ഞു, ഇല്ല മോനെ, കുറച്ചുനാളോട് കൊണ്ടുവരാ, നിന്നെ എനിക്ക് ഇനിയും കുറെ രാജ്യങ്ങളിൽ അയക്കാനുണ്ട്, അവിടെയും ഈ ദൂത് പ്രസംഗിക്കാനുണ്ട്. പറഞ്ഞു, ദൂത് തന്നിങ്ങോട്ട് വിട്ടിരിക്കുക. സ്തോത്രം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, പഴയ മനുഷ്യന്റെ അഹങ്കാരവും പഴയ മനുഷ്യന്റെ അഹന്തയും അതരം കൊണ്ട് ദൈവത്തിന് ബഹുമാനം കൊടുത്തിട്ട് ഹൃദയം കൊണ്ട് പാപം ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്ന പെന്തക്കോസ് ആണെങ്കിലും തട്ടുകേടാ, വിടത്തില്ല ദൈവം. പുരോഹിതന്റെ ഗതികേട് ആർക്കും വരരുത്. അതുകൊണ്ടാ പറഞ്ഞ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കണം.
നമ്മൾ ആ വാക്യത്തിലോട്ട് വരാൻ പോവുക. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിച്ചിൽ എന്ത് സംഭവിക്കാൻ പോവുക. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. എന്തെങ്കിലും അറിഞ്ഞ് എന്തെങ്കിലും കേട്ട് രോഗശാന്തി കിട്ടി, പാപശാന്തി കിട്ടി, കാര്യങ്ങളൊക്കെ എല്ലാം ശരിയാ, അകത്തളത്തിൽ വന്ന് കേറി ഇതിനകത്തിരുന്നത് കൊണ്ട് സ്വർഗത്തിൽ പോകുന്ന വ്യാമോഹിക്കരുത്. തെറ്റുപറ്റും. ജീവിക്കേണ്ട വണ്ണം ജീവിക്കുവാൻ വചനം നമുക്ക് തന്നിട്ടുണ്ട്. അത് നോക്കി നമ്മൾ ജീവിക്കണമെന്ന് ഇന്ന് സന്ധ്യയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സ്നേഹത്തോടെ ആലോചന പറയുക. ആരും നഷ്ടപ്പെടരുത്. അതാ യെശയ്യാവ് വിളിച്ചു പറഞ്ഞത്, ഈ ജനം അടുത്തു വന്ന അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് ദൂരത്തായിരിക്കുന്നു. ദ്രവ്യാഗ്രഹത്തിന്റെ ലാഞ്ചന വിട്ട്, ജീവിത സുഖ സൗകര്യങ്ങളുടെ ലാഞ്ചന വിട്ട്, അങ്ങനൊക്കെ പറഞ്ഞ അറിയാമല്ലോ. ദ്രവ്യാഗ്രഹത്തിന്റെ ചിന്ത വിട്ട്, സുഖലോലുപത്വത്തിന്റെ ചിന്ത വിട്ട്, ജഡത്തിന്റെ ചിന്ത വിട്ട്, ലോകത്തിന്റെ ചിന്ത വിട്ട്, വിളിച്ചവനെ കുറിച്ചുള്ള ചിന്തയിൽ നീ അനുദിനം വർദ്ധിച്ചും വളർന്നും വരുന്നെങ്കിൽ, അവനോട് കൂടെ നീ സഞ്ചരിക്കുന്നെങ്കിൽ, അവൻ ഇരിക്കുന്ന ഇടമായ ഉന്നതത്തിൽ അവൻ കൈപിടിച്ചു നിന്നെ കയറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളെ ദൈവം അതിനു വേണ്ടിയല്ലേ വിളിച്ചിരിക്കുന്നത്. മിടുക്കന്മാരും മിടുക്കിമാരും ലോകത്തിൽ ഇല്ലാഞ്ഞിട്ടല്ല, ലോകത്തിൽ വേറെ മനുഷ്യരില്ലാഞ്ഞിട്ടല്ല. നമ്മളെ ദൈവം വിളിച്ചത് അതാണ്. മർക്കോസ് 3:16 പറയുന്നത്, അവൻ ചിലരെ അവന്റെ അടുക്കൽ വിളിച്ചു, ചിലരെ തിരഞ്ഞെടുത്തു. ദൈവത്തിന് സ്തോത്രം. അവൻ എല്ലാരെയും തിരഞ്ഞെടുത്തില്ല, ചിലരെ തിരഞ്ഞെടുത്തു. അങ്ങനാണെങ്കിൽ നമ്മയും വിവിധ രാജ്യങ്ങൾ, വിവിധ ദേശങ്ങളിൽ ജനിച്ചു വളർന്ന നമ്മളെ അതാത് കാലങ്ങളിൽ ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവനോടുകൂടെ ഇരിക്കേണ്ടതിന്. ദൈവത്തിന്റെ ജനമേ, നമ്മെ വിളിച്ചത് വേറെ എങ്ങും പോയി ഇരിക്കാനല്ല, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴി നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരുന്നത് മതി. ഇനി നീ കർത്താവിന്റെ കൂടെ ഇരിക്ക. അതിനാണല്ലോ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. അവനിൽ നിന്ന് കൃപ അങ്ങോട്ട് പ്രാപിക്ക്. സ്തോത്രം. ദൈവകൃപയുടെ വർഷങ്ങളായി ഇതെല്ലാം. ന്യായവിധിയുടെ കാലങ്ങൾ വെളിപ്പെടാൻ പോവുക. രാജ്യം അവസാനിക്കാൻ പോവുക. ലോകം അവസാനിക്കുന്നതിന് മുൻപ്, കർത്താവിന്റെ വരവിന് മുൻപ് ഒരു കൂട്ടം ഒരുക്കമുള്ള ജനത്തെ ഒരുക്കിയെടുക്കാനാ ഈ പാവപ്പെട്ടവനെ ദൈവം അയച്ചതെങ്കിൽ, സ്തോത്രം, അതുവിധം പറഞ്ഞ് ചിരിപ്പിച്ച് ചിന്തിപ്പിച്ച് സമയം കളയാതെ ഇന്ന് രാത്രി ദൈവജനം മടങ്ങി വരട്ടെ, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നോക്കണം, ഞാൻ അപ്പനാണെങ്കിൽ എന്നോടുള്ള സ്നേഹം എവിടെ? ഞാൻ യജമാനനാണെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? നമ്മുടെ ഓരോ വ്യക്തികളുടെയും ജീവിതത്തെ ഒന്ന് എടുത്തു നോക്കിക്കേ. നീ എത്ര ഭക്തിയോടാ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്നത്, വീട്ടിലായിരിക്കുന്നത്. ഞാൻ പലപ്പോഴും ഈ സൂം മീറ്റിങ്ങുകാരോട് പറയാറുണ്ട്, സൂം മീറ്റിംഗ് പലർക്കും ഈ പുതപ്പിനടിയിൽ നിന്ന് തലപൊക്കി കാണിച്ചാൽ മതി, സ്തോത്രം, അല്ലെ കൈപൊക്കി കാണിച്ചാൽ മതി. നിങ്ങൾ അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ കാണിക്കുന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ കുറിച്ചുള്ള ബഹുമാനം, ദൈവത്തെ കുറിച്ചുള്ള ആദരവ്, അവനെ കുറിച്ചുള്ള ഭയം, അവനെ കുറിച്ചുള്ള പരിജ്ഞാനം നിന്റെ ഉള്ളത്തിൽ ഇല്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സാഹചര്യം കൊണ്ട് അങ്ങനെ ആകുന്ന ചിലരുണ്ട്. ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വന്ന് കിടക്കുമ്പോൾ എഴുന്നേറ്റ് വന്ന് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആകുന്നവരുണ്ട്. പോട്ടെ, അവരെ വിട്ടേര്. എന്നാലും അപ്പനെ കുറിച്ചുള്ള ചിന്തയോർക്കുമ്പോൾ ആ സ്നേഹം എവിടെ? ഞാൻ യജമാനനാണെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? പെന്തക്കോസ്തേ, എന്നോടുള്ള ബഹുമാനം എവിടെ? സ്തോത്രം. ഒരു ദൈവദാസന്റെ കണ്ടം പൊട്ടി, തൊണ്ട പൊട്ടി, നെഞ്ചു പൊട്ടി, വയറിയും പൊട്ടിട്ട് വേണോ നിന്നെ കൊണ്ടൊരു സ്തോത്രം പറയിക്കാൻ? അല്ല. നീ ഇന്ന് രാത്രിക്കാലം ചിന്തിക്കണം, ഞാനിത് പറയാൻ വിളിക്കപ്പെട്ടവന്റെ ദൈവത്തിന് നന്ദി പറയുന്ന പദമാണ് സ്തോത്രം. അതാരും പറഞ്ഞിട്ടല്ല ഞാൻ പറയേണ്ടത്, അത് ഞാൻ പറയേണ്ടത് എന്റെ കടമയാ. എന്റെ ദൈവത്തെ സേവിക്കേണ്ടത് എന്റെ കടമയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ നിനക്ക് കഴിയത്തില്ലെങ്കിൽ, ചില പറയുന്നത്, സൂം മീറ്റിംഗ് അല്ലേ, ഇതാരമില്ല. സ്തോത്രം, ഇങ്ങനെ എത്ര പ്രസംഗങ്ങൾ കേട്ടിരിക്കുന്നു, എത്ര യോഗത്തിൽ പോയിരിക്കുന്നു, ഇത് സാരമില്ല, അങ്ങനെ അവര് വല്ലതൊക്കെ പറയും. നിനക്കൊക്കെ വരാൻ പോകുന്ന ഗതികേടൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. പരിജ്ഞാനത്തിൽ മുമ്പോട്ട് പോകുന്നവന്റെ കാര്യം കൂടെ പറയാം. വായിച്ചോ, 1-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. റോമാലേഖനം 1-ാം അധ്യായം 28-ാമത്തെ വാക്യം. അത് വായിക്കാതെ പോകരുത്. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് ചെയ്യുവാൻ നികൃഷ്ടബുദ്ധിയിൽ ഏൽപ്പിച്ചു.
ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കൊല, പിണക്കം, കപടം, മതി ഈർഷ്യ, മതി മതി. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം. വാക്യമുണ്ടല്ലോ അവിടെ അല്ലേ? എന്റെ പുസ്തകത്തിൽ മാത്രമല്ല, നിങ്ങളുടെ പുസ്തകത്തിലും ഉണ്ടെന്ന് തോന്നുന്നു. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ, ദൈവിക പരിജ്ഞാനത്തിൽ, ദൈവം ആഗ്രഹിക്കുന്ന പരിജ്ഞാനത്തിൽ വളരാൻ, അത് കേൾക്കാൻ, മനസ്സിലാക്കാൻ, ജീവിക്കാൻ നിനക്ക് താല്പര്യം ഇല്ലെങ്കിൽ, സ്തോത്രം, ആരാധനയ്ക്ക് പോകാൻ, കൂട്ടായ്മയ്ക്ക് പോകാൻ, ആത്മാവിൽ ആരാധിക്കാൻ, അഭിഷേകം പ്രാപിക്കാൻ, വചനം വായിക്കാൻ, വചനം കേൾക്കാൻ, വചനം ധ്യാനിക്കാൻ, ആത്മീയമായത് ചിന്തിക്കാൻ, നിത്യതയെക്കുറിച്ച് ഓർക്കാൻ, ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മയുടെ ബന്ധം കൊടുക്കാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ, ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയാൻ നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കാൻ നിനക്ക് താല്പര്യം ഇല്ലെങ്കിൽ, ഹമേൻ, ദൈവം ചെയ്യുന്നെന്നോ കേട്ടോണം. എന്താ അവിടെ ചെയ്തിരിക്കുന്നേ? നികൃഷ്ട ബുദ്ധിക്ക് ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. നികൃഷ്ട ബുദ്ധി. ഞാനും എന്റെ ഭാര്യയും കൂടെ അവസരം കിട്ടിയപ്പോൾ എഴുതിയ പുസ്തകത്തിൽ നിന്നല്ല പ്രസംഗിക്കുന്നേ. 119 സങ്കീർത്തനം 89 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ വചനം സ്വർഗത്തിൽ നീക്ക് സ്ഥിരമായിരുന്നു. പിന്നെ എങ്ങനെ ഭൂമി വന്നേ? എബ്രായർ 1:1, ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ട് വീതമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം വരളിച്ചെതിട്ടി അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം വരളിച്ച്. പഴയ നിയമം പ്രവാചകന്മാർ മുഖാന്തരം ഭൂമിയിൽ വന്നെങ്കിൽ പുതിയ നിയമം പുത്രൻ മുഖാന്തരം ഭൂമിയിൽ വന്നതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 105 സങ്കീർത്തനം 20 വാക്യം പറഞ്ഞു, അവൻ തന്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കുന്നു. ഇന്ന് രാത്രിക്കാലം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചില രോഗികൾ വരെ സൗഖ്യമാകും. കാരണം ഈ വചനം അകത്തോട്ട് കയറിയാൽ അവരുടെ കിടക്കിൽ അവർ എഴുന്നേക്കും. എഴുന്നേറ്റിട്ടുണ്ട്. രണ്ടിവിടെ അടുത്ത്, സ്തോത്രം, ആശുപത്രിയിൽ പോയി അല്പം ഒരു 2 മിനിറ്റ് ദൈവനം പറഞ്ഞ് എന്റെ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞ ഒന്നുമുള്ള കയ്യെ കുത്തിരിക്കുന്ന സൂചിയും കുത്തിയിട്ടിരിക്കുന്ന കുപ്പിയും സ്റ്റാൻഡും എല്ലാം കൂടെ വലിച്ചുകൊണ്ട് ഇറങ്ങി ഓടി. സ്തോത്രം. ഇവിടെ നടന്നപ്പോ എന്നോട് പറഞ്ഞു, നീ തലയിലും കൈവെക്കണ്ട, ശാസിക്കുകയും പലസിക്കുകയും വേണ്ട. സ്തോത്രം. ദൈവനോട് പറയാൻ പറഞ്ഞു. ദൈവനം പറഞ്ഞപ്പോ ഡോക്ടർമാര് പറഞ്ഞു, നടു തളർന്നു പോയപ്പോൾ അവിടുത്തെ നേഴ്സ് അവരുടെ ഹോസ്പിറ്റലിൽ കിടക്കുക, ചാടി എഴുന്നേറ്റ് ഓടി. എന്താ കാരണം? ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നിന്റെ അസ്ഥികളുടെ മേൽ ബലം പകരുന്നതാ. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നിന്റെ ശരീരത്തിൽ കൂടി ഓടുന്ന രോഗബന്ധനങ്ങളെ അഴിച്ചു കളയുന്നതാ. അവൻ തന്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കി അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടിവിച്ചു. സ്തോത്രം. ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള എബ്രായർ 4:12 എബ്രായർ 4:12 പറയുന്നു, അവൻ ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയത്, അത് പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കുന്നവരെ തുളച്ചു ചെല്ലുന്നതാ. ഹല്ലേലൂയ. ഇതാണ് ദൈവവചനത്തിന്റെ സത്യം. ഈ വചനം കേട്ടാൽ 2-1 നടക്കണം. ഒന്നി കൂത്തണം, അല്ലെ കത്തണം. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി സ്നേഹത്തിന്റെ ഭാഷയിൽ ദൈവത്തിന്റെ ജനത്തോട് പറയുക, ദൈവത്തിന് സ്തോത്രം. കയ്യിൽ വേദപുസ്തകം കൈവച്ചുകൊണ്ട് പാപം ചെയ്യാൻ പോകല്ലേ. ദൈവത്തിന് സ്തോത്രം. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താ? ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ അവർക്ക് ഇഷ്ടമില്ല. അവർ ഏതാണ്ട് കേട്ടു, ഏതാണ്ട് അറിഞ്ഞു, എങ്ങനെയോ ജീവിക്കുന്നു. ഇത് ദൈവത്തിന് വേണ്ട. ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ഒരു പരിജ്ഞാനമുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവജനം ഇത് അറിയണം. ദൈവജനം ഇങ്ങനെ അറിയണം. ദൈവത്തെ ഇങ്ങനെ മനസ്സിലാക്കണം. അവൻ നിത്യ ദൈവമാണെന്ന് മനസ്സിലാക്കണം. അവൻ ആരാധന കൊതിയനല്ല, അവൻ ആരാധനയ്ക്ക് യോഗ്യനാണെന്ന് മനസ്സിലാക്കണം. അവൻ 24 മണിക്കൂറും കൈവിടാതെ നിന്റെ കയ്യെ പിടിച്ച് നടത്തുന്ന ഒരപ്പനാണെന്ന് മനസ്സിലാക്കണം. രോഗക്കിടക്കയിൽ താങ്ങുന്ന ദൈവമാണെന്ന് മനസ്സിലാക്കണം. മരണക്കെണി പൊട്ടിക്കുന്ന ദൈവമാണെന്ന് നീ മനസ്സിലാക്കി അതിന് തക്കവണ്ണമുള്ള ബഹുമാനം, ആരാധന ദൈവത്തിന് കൊടുക്കണം. ഇല്ലെങ്കിൽ സംഭവിക്കുന്ന വചനം അവിടെ എഴുതി വെച്ചിരിക്കുന്നു, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാഞ്ഞതിന് തക്കവണ്ണം ദൈവം അവരെ അപമാന രാഗങ്ങൾ കേൾപ്പിച്ചു കൊടുത്തു. 18 വയസ്സുള്ള ചെറുക്കൻ മുറ്റത്തെ കാർപ്പുറച്ചിലിരിക്കുന്ന സ്കൂട്ടർ എടുത്തുകൊണ്ട് അവന് തോന്നി, പെന്തക്കോസുകാരൻ പയ്യൻ, പെന്തക്കോസ് തള്ള പെന്തക്കോസ്, സ്കൂട്ടർ എടുത്തുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങി ചെന്നൊരു ടിപ്പറിന്റെ കീഴിൽ കയറി. അന്നേരെ ചത്തു. എന്താ പാസ്റ്റേ ഇങ്ങനെ സംഭവിച്ചത്? 18 വയസ്സേ ഉള്ളൂ. ഞങ്ങള് പെന്തക്കോസിലല്ലയോ, ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയതല്ലയോ?
വേദപുസ്തകം കൊണ്ടല്ലേ പോകുന്നത്. എല്ലാം ശരിയാ, ഈ പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷെ അവർക്ക് എന്തോ ഇല്ല, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കാൻ ഇഷ്ടമില്ല. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നതിന് മുൻപുണ്ടായിരുന്ന അവരുടെ ജീവിത സ്റ്റൈൽ, ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ, അതിനകത്ത് ഒരു മാറ്റവും വന്നിട്ടില്ല. ആ കൂട്ടത്തിൽ ഇതുകൂടെ ഒന്ന് സ്വീകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ, ഒരു മാറ്റം അവിടെ സംഭവിച്ചില്ല. ഇത്രയും കാലമായിട്ടും മാറണമെന്ന് അവർക്കൊരു ചിന്തയും കയറിയിട്ടില്ല. ദൈവത്തെ അറിയേണ്ട പോലെ അറിയണമെന്നോ ആകണ്ട പോലെ ആകണമെന്നോ അവർക്ക് ചിന്തയില്ല. വരുന്ന വഴി വന്നു, പോകുന്ന വഴി പോയി. ദൈവം നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു, ഇറങ്ങിപ്പോയി, ചത്തു, കെട്ടു, തീർന്നു. ചോദ്യങ്ങൾ പലതുണ്ട്. അടുത്ത ചോദ്യം, പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തിക്കൊണ്ടിരുന്ന പെണ്ണ് എന്റെ അടുക്കൽ വന്നു. ആമേൻ. ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. ഒന്നല്ല, ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൽ ഒന്ന്, പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തി വേദപുസ്തകം കെട്ടി വെച്ചുകൊണ്ട് ആത്മാവിൽ ആരാധിച്ച് തുള്ളിച്ചാടി പോയവിടെ. അപ്പൊ എന്നെ കണ്ട് 2 ആഴ്ച കഴിഞ്ഞിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടെ അമ്മാച്ചനെ വിളിച്ചു പറഞ്ഞു, അവളൊരു ഹിന്ദുവിന്റെ കൂടെ ഒളിച്ചോടി പോയി അമ്പലത്തിൽ ചെന്ന് താലി കെട്ടി. ഇപ്പൊ ഗർഭിണിയായിട്ട് വീട്ടിൽ ഇരിപ്പുണ്ട്. IT എഞ്ചിനീയറാണ്. അമ്മ ബന്ധക്കോസ് ഇപ്പോഴും ആരാധിക്കുന്നു, മോളും ബന്ധക്കോസ്. പക്ഷേ ഇപ്പം അവന്റെ കൂടെ വിഗ്രഹത്തിന് മുമ്പിൽ കുനിഞ്ഞു കിടക്കുന്നു. എന്റെ മാസ്റ്ററെ, അവർ ഇത്രയും നാള് ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയതല്ലയോ? അവരെത്ര പേര് അവിടെ പ്രാർത്ഥിച്ചു, എത്ര പേരുടെ പ്രസംഗം കേട്ടു, എത്ര നാള് പള്ളിയിൽ പോയി, എന്ത് ദശാംശം കൊടുത്തു, എന്നിട്ടും ദൈവം എന്താ ഇങ്ങനെ ചെയ്ത്? ദൈവം അങ്ങനെ ചെയ്യുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നികൃഷ്ട ബുദ്ധി പോയില്ലേ, നികൃഷ്ട ബുദ്ധി. ഓർക്കുക, വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങി പുറപ്പെട്ടിട്ട് തട്ടിപ്പേ ഗുണം വെട്ടിപ്പേ സമം ജീവിതം കൊണ്ട് നടന്നാൽ ദൈവം നിന്നെ നികൃഷ്ട ബുദ്ധി കേൾപ്പിക്കും. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ വന്നു കയറുന്നത് അനർത്ഥമായിരിക്കും. ഇത് നമ്മുടെ ആരുടെയും വ്യക്തികളിൽ ജീവിതത്തിൽ വന്ന് കയറരുത്. ഒരു കുടുംബത്തിൽ കയറരുത്. അതുകൊണ്ട് നമുക്ക് എന്തോ ചെയ്യണം? ദൈവത്തെ അറിയേണ്ട പോലെ അറിയണം, ദൈവത്തിന് കൊടുക്കേണ്ട പോലെ കൊടുക്കണം, ദൈവസന്നിധിയിൽ നിൽക്കേണ്ടതുപോലെ നിൽക്കണം, ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ട പോലെ പ്രാപിക്കണം. അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വപ്പെടുത്തണം. ഞാൻ പറഞ്ഞിട്ടല്ല നിങ്ങൾ സ്വോത്രം പറയേണ്ടത്, അവൻ ദൈവമെന്ന് ഓർത്ത് നിങ്ങൾ സ്വോത്രം കൊടുക്കണം. ദൈവദാസൻ പറഞ്ഞിട്ടല്ല നിങ്ങൾ പള്ളിയിൽ വരേണ്ടത്. അയ്യോ, ചിലതിനെ ഫോൺ ചെയ്യണം, വണ്ടിയും കൊണ്ട് ചെല്ലണം, വണ്ടിക്കകത്ത് എടുത്തു കയറ്റണം, ചിലതിനെ ഇറക്കി വിടണം, എന്തെല്ലാം കാര്യം. ചിലതിനെ വീട്ടിനകത്ത് ചെന്ന് വിളിച്ചുകൊണ്ട് വരണം. ഈ ആഴ്ച വരുത്തില്ലയോ? സ്തോത്രം. എന്തെല്ലാം കാര്യങ്ങളാ. ഈ ആഴ്ച വരുവോ? ചില പറയും, ഇന്നലെ പാസ്റ്റർ ഫോൺ ചെയ്തില്ല, അതുകൊണ്ട് ഇന്ന് ഞാൻ സഭായത്തിന് പോകുന്നില്ല. പിന്നെ പാസ്റ്റർ വീട്ടിൽ അരി മേടിക്കാനില്ല, നീ സഭായത്തിന് പോകുന്നു. പരിജ്ഞാനം. നിന്റെ അപ്പനെ കുറിച്ച് എന്തറിയാം? അറിഞ്ഞതുവല്ലോ നീ പാലിക്കുന്നുണ്ടോ? എന്നോട് ദൈവാത്മാ കൃത്യമായിട്ട് ചോദിക്കുന്നു. ചില ജീവിതങ്ങളോട് ചോദിക്കാൻ. നിനക്ക് ബുദ്ധി തന്നത് ഞാനാ, വിദ്യാഭ്യാസം തന്നത് ഞാനാ, കഴിവ് തന്നത് ഞാനാ, ഭാഷ പഠിപ്പിച്ചത് ഞാനാ, നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ഞാനാ. എല്ലാം നീ ചോദിച്ചതൊക്കെ നനച്ചതിനേക്കാൾ അപ്പുറം ഞാൻ നിനക്കെല്ലാം ചെയ്തില്ലെന്ന് പറയാൻ പറ്റില്ല. എല്ലാം ചെയ്തു തന്നെങ്കിൽ നീ എന്നെ പരിജ്ഞാനത്തിൽ ധരിച്ചോ? ദൈവത്തിന് ചോദ്യം അതേ ഉള്ളൂ. എനിക്ക് വേണ്ടിയ പരിജ്ഞാനത്തിൽ, ദൈവത്തിന്റെ അളവനുസരിച്ചുള്ള പരിജ്ഞാനത്തിൽ നീ അവനെ ധരിച്ചോ? എന്തുകൊണ്ട് നീ വചനം പഠിക്കുന്നില്ല, വായിക്കുന്നില്ല, ധ്യാനിക്കുന്നില്ല? കൂട്ടായ്മയുടെ ബന്ധങ്ങൾ അവ ഈടുറ്റ കൂട്ടായ്മയുടെ ബന്ധങ്ങളാ. എന്തുകൊണ്ട് നീ അതിനകത്ത് നിൽക്കുന്നില്ല? ഏതാണ്ട് പറഞ്ഞ് പുസ്തകം താഴെ വെച്ച് ചിട്ടച്ചു പോകാനുള്ളതല്ല. ഇതാണോ നിന്റെ വിശ്വാസം? സ്തോത്രം. ഗുജറാത്തിലെ ദൈവമക്കളെ കൊല്ലാനായിട്ട് RSSകാർ പദ്ധതി ഇട്ടപ്പോൾ ഞാൻ വന്ന നാട്ടിലുണ്ട്. ആദിവാസികൾ ഉള്ള പെന്തക്കോസ്തുകാരുടെ എല്ലാം വീട്ടിൽ, ക്രിസ്ത്യാനികളുടെ വീട്ടിൽ കൊടിയൂത്തി. അന്ന് രാത്രി 4000-ൽ പരം കള്ളസന്യാസിമാരെ വാളും കൊണ്ട് ഇറക്കി വിട്ടു. ആ നാട്ടിലുള്ള സകല ക്രിസ്ത്യാനികളെ ഇന്ന് രാത്രി കൊണ്ട് വെട്ടിക്കളയാൻ. സ്തോത്രം. ഡോക്ടർ അഗസ്റ്റീൻ, മലയാളിയ, ന്യൂനപക്ഷ കമ്മീഷൻ ആ ഗ്രാമത്തിൽ ചെന്ന് ഒരു കൊച്ചിനെ വിളിച്ചു നിർത്തി. എടാ, ഇന്ന് രാത്രി RSSകാർ വന്ന് എന്നെ തലവെട്ടി, എന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അവൻ ഹിന്ദിയിൽ പറഞ്ഞ ഭാഷ, എന്റെ തല താഴെ വീണാൽ എന്റെ തല വിളിച്ചു പറയും യേശു ജീവിക്കുന്നു. സ്വത്രം. യേശു ആദിവാസി ചെറുക്കനാ. ഞാൻ ആ കോളനിയിൽ പോയതാ, ആ ഗ്രാമത്തിൽ പോയതാ. ആ കൊച്ചൻ പറയും, എന്റെ തല വെട്ടി താഴെയിട്ടാൽ ആ തല വിളിച്ചു പറയും എന്റെ യേശു ജീവിക്കുന്നെന്ന്.
ഞാൻ ഇത് വിട്ടുമാറത്തില്ല. സ്തോത്രം. സുറിയാനി ക്രിസ്ത്യാനികളായി, സ്തോത്രം, നല്ല പാരമ്പര്യം പറയുന്ന നല്ല കുടുംബത്തിൽ ജനിച്ച്, നല്ല അപ്പനും അമ്മയ്ക്കും ജനിച്ച്, നല്ല തറവാട്ടിൽ ജനിച്ച തറവാടികളായ ദൈവമക്കൾ, അഭിമാനമുള്ളവരായ ദൈവത്തിന്റെ ജനമേ, നിനക്ക് എന്തിന്റെ കുറവാ ദൈവം വരുത്തിയത്? ഇന്ന് രാത്രികാലം ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, അവനെ പരിജ്ഞാനത്തിൽ ധരിക്കണം. അത് അത്യാവശ്യമുള്ള കാര്യമാ. ആരും നിന്നെ കാറും കൊണ്ടുവന്ന് കയറ്റിക്കൊണ്ട് പോകണ്ട, ആരും ഫോൺ ചെയ്ത് വിളിക്കണ്ട, ആരും നിന്റെ വീട് കയറാൻ വരണ്ട. 2 ആഴ്ച 4 ആഴ്ച ദൈവദാസം വന്നിന്റെ വേണ്ട. കർത്താവ് നിന്റെ വീട്ടിൽ വരുന്നുണ്ട് നിന്റെ കാര്യം അറിയാൻ. കുടുംബ പ്രാർത്ഥനയിൽ നീ മുൻപിലാണോ? വ്യക്തിപരമായ പ്രാർത്ഥന നീ മുൻപിലാണോ? അവനെ അറിയേണ്ട പോലെ അറിയാൻ, അവനെ ആരാധിക്കേണ്ട പോലെ ആരാധിക്കാൻ, അവന് കൊടുക്കേണ്ട പോലെ കൊടുക്കാൻ, അവൻ അപ്പനാണെന്നുള്ള ബഹുമാനം, അവൻ യജമാനെന്നുള്ള ബഹുമാനം, നിന്റെ വീണ്ടെടുപ്പുകാരനാണെന്നുള്ള ബഹുമാനം അവന് കൊടുക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അവനെ പരിജ്ഞാനത്തിൽ ധരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, അവൻ നികൃഷ്ട ബുദ്ധി കേൾപ്പിച്ചു കളയും. പിന്നെ കിടന്ന് കയ്യും കാലും ഇട്ടടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ദൈവത്തിന്റെ ജനമേ, സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ നിർത്തട്ടെ. നമ്മുടെ ആരുടെയും കുടുംബങ്ങൾക്കകത്ത് ഇതൊന്നും സംഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് തിരുമുഖത്തേക്ക് നോക്കണം. അപ്പാ, നിന്റെ പരിജ്ഞാനം, ഒരിക്കൽ ദാവീദ് വിളിച്ചു പറഞ്ഞു, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതെന്റെ ബുദ്ധിക്കെണ്ണാൻ പറ്റുന്നതല്ല. അതാ ദൈവത്തിന്റെ പരിജ്ഞാനം. ആ പരിജ്ഞാനത്തിൽ വേണം ദൈവസഭ വളരാൻ. നാവിന്മേൽ പരിജ്ഞാനം, ചിന്തയുടെ മേൽ പരിജ്ഞാനം. നീ ദൈവപൈതലാണെന്നുള്ള നിന്റെ ചിന്ത വിട്ടച്ചൊരു ഇടപാടിന് പോകരുത്. അഭിഷേകം പ്രാപിച്ച ആത്മാവിൽ ബലപ്പെട്ട് നിൽക്കുന്ന ദൈവത്തിന്റെ പൈതല്, കാശും കുടുംബവും ശ്രേഷ്ഠതയും വിദ്യാഭ്യാസവും ഒക്കെ കണ്ടപ്പം ബ്രദറുകാരനെ കെട്ടാൻ നീ പോകരുത്. സ്തോത്രം. ആത്മാവില്ലാത്ത ബ്രദറുകാരനെ നീ കെട്ടിയാൽ, അവന്റെ വീട്ടിൽ ചെന്നിരുന്നാൽ, നീ സന്ധിക്ക് അന്യഭാഷ പറയുമ്പോൾ അവന്റെ വീട്ടുകാർ പറഞ്ഞ നിനക്ക് ഹിസ്റ്റീരിയ രോഗമാണ്. സ്തോത്രം. പറഞ്ഞു കേട്ടത് കൊണ്ടാ പറഞ്ഞേ. ദൈവവചനത്തിന്റെ വ്യവസ്ഥ ഇട്ടച്ച് ഒരുത്തനെ നീ കെട്ടാനും കെട്ടിക്കാനും നിൽക്കണ്ട. പെന്തക്കോസിനകത്ത് കിട്ടിയില്ല, നീ കെട്ടണ്ടാന്നേ, അവിടെ നിൽക്കേ. ഒരു നിത്യത നിനക്കുണ്ടല്ലോ. സ്തോത്രം. വേണ്ടാത്ത വയ്യാവേലിക്കൊന്നും പോയി ദൈവമക്കൾ ചാടരുത്. കുറുക്കു വഴി അന്വേഷിക്കരുത്. ദൈവത്തിന്റെ പക്കൽ സകല വഴികളും ഉണ്ട്. ചെങ്കടൽ തുറന്നിക്കരെ കടത്തിയവൻ യോർദാനെയും അക്കരെ കടത്തിയും നിന്റെ വാഗ്ദത്തം നിന്റെ കയ്യിലെത്തിക്കാൻ ദൈവം വിശ്വസ്തന. അറിയേണ്ടവനെ നീ അറിയതുപോലെ അറിയണം. യഹോശാഫാത്ത് രാജാവ് അവന്റെ ദൈവിക പരിജ്ഞാനത്തിന്റെ ഒരു പ്രാർത്ഥന അവൻ പ്രാർത്ഥിച്ചത് 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ കിടപ്പുണ്ട്. ആ പരിജ്ഞാനം എന്താണെന്ന് മാത്രം പറഞ്ഞ്, സമയമുണ്ടല്ലോ പാസ്റ്ററെ, അത് മാത്രം ഒന്ന് ചൂണ്ടിക്കാണിച്ച് ഞാൻ പെട്ടെന്ന് ആ ഭാഗം ഒന്ന് വൈൻഡപ്പ് ചെയ്യട്ടെ. യഹോശാഫാത്ത് രാജാവ് തന്റെ ഉള്ളത്തിനകത്തുണ്ടായിരുന്ന പരിജ്ഞാനത്തിന്റെ ഒരംശത്തിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. 20-5 സെക്കൻഡ് ക്രോണിക്കൽസ് ചാപ്റ്റർ 20:5. യഹോശാഫാത്ത് യഹോവയുടെ ആലയത്തിൽ പുതിയ പ്രാകാരത്തിന്റെ മുമ്പിൽ യഹൂദയുടെയും യെരൂശലേമിന്റെയും സഭാമധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ. ഒന്ന് നിർത്തണേ. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നീ ഇന്നലെ പൊട്ടി മുളച്ചു വന്ന ദൈവമല്ല, ഞങ്ങളെ മാത്രം നടത്തിയ ദൈവമല്ല, ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ പിതാക്കന്മാരെ നടത്തിയ ദൈവമാണ് നീ. സ്വോത്രം. അറിവ് കണ്ടോ? ഞങ്ങളുടെ മാത്രമല്ല, ഞങ്ങളുടെ പിതാക്കന്മാരെ നടത്തിയ ദൈവമാണ് നീ. എന്നിട്ട് അടുത്തിട്ട് സ്വർഗസ്ഥനായ ദൈവമല്ലോ. അപ്പൊ രണ്ടാമത്തെ കാര്യം, നീ ഭൂമിയിൽ നിന്ന് ജനിച്ചവനല്ല, നീ സ്വർഗസ്ഥനായ ദൈവമാണ്. ഇവിടുത്തെ ആശാരിമാര് തട്ടിക്കൂട്ടിയ ദൈവമല്ല നീ. നീ സ്വർഗത്തിലെ ഇരിക്കുന്ന സ്വർഗത്തിലെ ദൈവമാ. നീ സ്വയംഭൂവായ ദൈവമാ. സ്വർഗം നിന്റെ സിംഹാസനം, ഭൂമി നിന്റെ പാദപീഠം. ഇന്ന് ഞങ്ങളെ പാദപീഠത്തിൽ ഇരിക്കുക. അടുത്ത വായിച്ചാട്ട്. നീ ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ. ഇത് ചിലരോടുള്ള ദൂതുറ പറയാൻ പോവാ. അവന്റെ അറിവ് കണ്ടോ? നീ ജാതികളുടെ ശകലമല്ല, സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ. അടുത്ത വാക്യം എന്നിട്ട് പറയാം. ആർക്കും എതിർക്കാൻ കഴിയാത്ത എതിർക്കാൻ കഴിയാത്ത പരാക്രമവും ശക്തിയും നിനക്കുണ്ടല്ലോ. സ്തോത്രം. നോക്കിക്കേ, ദൈവത്തെ കുറിച്ചുള്ള യഹോശാഫാത്തിന്റെ ആ പരിജ്ഞാനം കണ്ടോ? പരിജ്ഞാനത്തിന്റെ പ്രാർത്ഥന കേട്ടോ? തനിക്ക് ചുറ്റും 3 രാജാക്കന്മാർ അണിനിരന്ന് തന്നെ യുദ്ധം ചെയ്ത് യഹൂദയെ തോൽപ്പിക്കാൻ കടന്നു വന്നപ്പോൾ, ശത്രു സൈന്യം എതിരെ നിൽക്കുമ്പോൾ ഇറങ്ങി വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച രാജാവ് പറയുക, അപ്പുറത്ത് സൈന്യമുണ്ട്, ഞാൻ പോയി യുദ്ധം ചെയ്തിട്ട് വരട്ടെന്നല്ല പറഞ്ഞത്. ആർക്കും എതിർക്കാൻ കഴിയാത്ത ശക്തിയും പ്രാപ്തി ബലവുമുള്ള ദൈവമേ,
ആർക്കും എതിർക്കാൻ കഴിയാത്ത ശക്തിയുള്ളവനെ ഞാൻ നിന്നിലാണ് ശരണപ്പെടുന്നത്. ഇന്ന് രാത്രി ദൈവജനത്തിന്റെ ശക്തി നമ്മളല്ല, നമ്മുടെ ദൈവമാണ്. ആർക്കും എതിർക്കാൻ കഴിയാത്ത ശക്തിയും അവൻ പരാക്രമശാലിയാ. യെസ്, അവൻ പരാക്രമശാലിയാ. അവിടെ എഴുതിയിരിക്കുന്ന ഒരു വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നേ, നീ സകല ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ. സ്തോത്രം. അതിന്റെ അർത്ഥം എന്തുവാ? ലോകം മുഴുവനും ഭരിക്കുന്നവൻ നീയാ, യഹോവയെ നീയാ. അങ്ങനാണെങ്കിൽ ഞങ്ങളും നീയും തമ്മിലുള്ള ബന്ധം എന്തുവാ? ഒറ്റ വാക്കി പറഞ്ഞാൽ, കർത്താവേ നീ എൻ്റെ അപ്പനാ, ഞാൻ നിന്റെ മോനാ. എന്റെ അപ്പനാണ് ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നത്. ജർമ്മനിയിൽ താമസിക്കുന്ന ദൈവമക്കളെ, ഈ വാക്യത്തിലോട്ട് കൈവച്ച് സ്തോത്രം പറഞ്ഞിട്ട് പറ, ആ ജർമ്മനിക്കകത്ത് നിനക്ക് ഏത് കാര്യമാ സാധിക്കട്ടെ? ഏത് വിഷയത്തിലാ നിനക്ക് വിടുതൽ വേണ്ടിയേ? ഏത് നിയമത്തെയാ മാറ്റേണ്ടത്? ദൈവത്തിന് സ്തോത്രം. സിംഗപ്പൂരിൽ പ്രസംഗിക്കുമ്പോൾ മലേഷ്യക്ക് പോകാൻ ദൈവാത്മാവ് എനിക്ക് ആലോചന തന്നു. പക്ഷെ മലേഷ്യൻ എംബസി ചെന്നപ്പോൾ അവര് പറഞ്ഞു, ആരെ ഇന്ത്യക്കാരെ അങ്ങോട്ട് വിടണ്ടെന്ന് പറഞ്ഞിരിക്കുക, ബ്ലോക്ക് ചെയ്തിരിക്കുക, ഇന്ത്യക്കാർക്ക് വിസ ഇല്ല. അന്ന് രാത്രി സ്വർഗം എന്നോട് പറഞ്ഞു, യെശയ്യാവ് ഇന്ന് വായിക്കല്ലേ, നിങ്ങൾ വീട്ടിൽ നിന്ന് വായിക്കണം, കൈവച്ച് സ്തോത്രം ചെയ്യണം. യെശയ്യാവ് 45 വായിക്കാൻ പറഞ്ഞു. വായിച്ച് കൈവച്ച് സ്തോത്രം പറഞ്ഞ് കിടന്നോളാൻ പറഞ്ഞു. അവിടെ എഴുതിയിരിക്കുന്നത്, തന്റെ കോരശന്റെ ഇടയൻ, അവൻ എന്റെ ഹിതമെല്ലാം ചെയ്യും. ഞാൻ അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിച്ച്, കഥകൾ തുറന്നിരിക്കേണ്ടതിന് വാതിൽ അടയാതിരിക്കണം. ഞാൻ മുൻപേ അവന്റെ കൈപിടിച്ച് മുമ്പേ പോയി ഇരുമ്പോടാമ്പലുകളെ തകർക്കും, താമ്ര വാതിലുകളെ ഉടയ്ക്കും. ഇത്രയും വായിച്ചിട്ട് ഈ രാജാക്കന്മാരുടെ അരക്കച്ച അഴിക്കാന്ന് പറഞ്ഞ എന്തുവാ? സ്തോത്രം. നിന്നെ അങ്ങോട്ട് കേറ്റത്തില്ലെന്ന് പറഞ്ഞ രാജാവിന്റെ അരക്കച്ച ഇന്ന് രാത്രി സ്വർഗസ്ഥനായ ദൈവം അഴിക്കും. അതിന്റെ അർത്ഥം, നിയമത്തെ ഞാൻ നിനക്ക് വേണ്ടി, കല്ലുമലക്കാരൻ രാജ നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ഞാൻ മലേഷ്യയുടെ നിയമത്തെ മാറ്റും. കാരണം നിന്നെ എനിക്ക് അവിടെ ഇറക്കാനുണ്ട്. നിന്നെ എനിക്ക് അവിടെ ഇറക്കാനുണ്ട്. ഈ വാക്യത്തിൽ കൈവച്ച് രാത്രി കിടന്ന് പ്രാർത്ഥിച്ചു കിടന്നുറങ്ങി. നേരം വെളുത്തപ്പോൾ അവിടുത്തെ ഇംഗ്ലീഷ് ടൈംസ് ടൈംസ് ഓഫ് സിംഗപ്പൂർ വന്നു. എടുത്തു വെച്ച് വായിക്കാന്ന് അമ്മച്ചി കൊണ്ടുവന്ന്, സിംഗപ്പൂരിലാണ് താമസിക്കുന്നത്, അമ്മച്ചി കൊണ്ടുവന്ന് പത്രം കൊണ്ടുവന്ന് കൈ തന്നു. ഞാൻ പെട്ടെന്ന് ഓടിച്ചു വായിച്ചപ്പോൾ ഒരു കോളത്തിനകത്ത്, കറുത്ത കോളത്തിൽ വെളുത്തക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു, 1 മാസത്തേക്ക് ഇന്ത്യക്കാരുടെ വിസ ഇളവ് ചെയ്തിരിക്കുന്നു മലേഷ്യ. വേദപുസ്തകം കയ്യിൽ വെച്ചോണ്ട്, ഉയർത്തിപ്പിടിച്ചോണ്ട്, അതിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. 14 ദിവസം മലേഷ്യ പ്രസംഗിച്ചു. സ്തോത്രം. ഒറ്റ രാത്രി കൊണ്ട് ജാതിയുടെ രാജ്യത്തെ തമ്പുരാന്റെ നിയമം കൊണ്ട് ഭേദഗതി ചെയ്ത് ഈ പാവപ്പെട്ടവനെ ദൈവം അവിടെ ഇറക്കിയതാണെങ്കിൽ, ഈ വാക്യം എന്റെ ആപ്തവാക്യവാ. ജാതികളുടെ സകല രാജ്യങ്ങളെ നീ ഭരിക്കുന്നുവല്ലോ. ഇന്ന് രാത്രി ഏത് നിയമത്തിലാ നിനക്ക് വിട്ടുവീഴ്ച ചെയ്യേണ്ടത്? ഏതാ മാറ്റിക്കിട്ടേണ്ടത്? ഏത് വിഷയത്തിലാണ് നീ പ്രാർത്ഥിക്കുന്നത്? ദൈവവൈതലേ, ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ പരിജ്ഞാനം നീ മറന്നു കളയരുത്. യഹോവയായ ദൈവം നിന്റെ അപ്പനാ. നീ അവന്റെ സന്തതിയാണെങ്കിൽ അവനാണ് ലോകജാതികളെ മുഴുവനും ഭരിക്കുന്ന ദൈവം. നിനക്ക് വേണ്ടി ഇടവിടാതെ ജാഗരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കർത്താവ് അവന്റെ വലത്തെ ഭാഗത്തുണ്ട്. വിളിച്ചു പറ, എന്റെ ഈ നിയമത്തിനൊരു മാറ്റം വേണം, എന്റെ വിഷയത്തിനൊരു മാറ്റം വേണം. ഇന്ന് രാത്രിയിൽ വചനം കേട്ട് വിശ്വസിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ വ്യക്തമായ ദൂത് പറയുക. ഈ രാത്രികാലം അവിടങ്ങളായി തടഞ്ഞ് കെട്ടിക്കിടന്ന പല ബന്ധനങ്ങൾ ഈ വചനത്താൽ ദൈവാത്മാവ് അഴിച്ചു മാറ്റിക്കളയുന്നു. നിന്നെ ഇന്ന് രാത്രി റിലീസ് ചെയ്യുന്ന രാത്രിയാ. നിന്റെ കുടുംബത്തെ റിലീസ് ചെയ്യുന്ന രാത്രിയാ. റമനെ ഗദിസ്യ അന്തരാ ജമന ഘടക ശൈതര പ്രഭ. രോഗക്കിടക്ക മാറ്റി വിരിക്കുന്ന രാത്രി, നിയമങ്ങൾക്ക് ഭേദഗതി വരുത്തുന്ന രാത്രി, ദൈവത്തെ ക്രിസ്തുവിനെ പരിജ്ഞാനത്തിൽ ധരിക്കേണ്ട രാത്രി, ആഴമായ ഒരു വിശ്വാസത്തിലേക്കും ആഴമായ ഒരു അനുഭവത്തിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ട രാത്രി. ഫിലിപ്പിയ ലേഖനം 3-ാമത്തെ വായിക്കല്ലേ, ഞാൻ പറഞ്ഞു വിട്ടേക്കാം. 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പൗലോസ് പറയുന്നു, അവനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. പരിജ്ഞാനം പോരാ, പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ, അവനെ കുറിച്ച് അറിഞ്ഞ് അവനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ എല്ലാം ചവറന്നെണ്ണുന്നു. ലോകത്തെ മറത്ത്, ലോകത്തെ വെറുത്ത്, ലോകത്തിൽ ഉള്ളതിനെ വെറുത്ത് അവൻ നിത്യതയ്ക്ക് വേണ്ടി ഓടണമെങ്കിൽ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിന്റെ അകത്ത് കയറണം.
ഓ റീബാനഗസിയ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ട്, എല്ലാ തലകളും ഒരു നിമിഷം വണക്കിയാട്ട്. രോഗികളായിരിക്കുന്നവരോട് പറയുന്നു, പ്രത്യേകിച്ച് രോഗശാന്തി പ്രാർത്ഥനയൊന്നും നടത്തണ്ട. ഈ രാത്രി നിങ്ങൾ കേട്ട വചനത്തെ കേട്ട് വിശ്വസിക്കുന്നെങ്കിൽ ആ വചനം നിന്നെ സൗഖ്യമാക്കും. ദൈവാത്മാവിനോട് പറയുന്നു, ചില മുറിവുകളെ എനിക്ക് കെട്ടാനുണ്ട്, അത് ഇന്ന് രാത്രി ഞാൻ കെട്ടും. യെസ്, ഹല്ലേലൂയ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോ ഒരു കാലിന് ഇത്രയും വണ്ണം, ഒരു കാലിന് ശോഷിപ്പ്. ഞാൻ ഓർത്ത് ജന്മന ഉള്ളതാണെന്ന് പറഞ്ഞു വിചാരിച്ചത്. അപ്പൊ എന്നോട് പറഞ്ഞു, ഇല്ല പാസ്റ്ററെ, എന്റെ ഹാർട്ടിനകത്തൊരു പ്രശ്നമുണ്ട്, അതിന് ഓപ്പറേഷൻ ചെയ്താലും ശരിയാകത്തില്ല. എന്തോ രക്തഓട്ടത്തിന്റെ പ്രശ്നമാ, കാലില് നീര് വെച്ചതാ, പാന്റ് ടൈറ്റായി പൊട്ടാനിരിക്കുക. എന്നോട് പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. എന്റെ അടുക്കൽ ഇരിക്കുക മനുഷ്യൻ, സ്തോത്രം, ഇവിടെ അടുത്താ. അപ്പൊ എന്നോട് കർത്താവ് പറഞ്ഞു, നീ അവന്റെ കാലിന് ഒരു അടി വെച്ചു കൊടുക്ക. ഞാൻ ആ വയ്യാത്ത കാലിന് എന്റെ കൈ വെച്ചൊരു തട്ട് വെച്ചു, പതുക്കെയാ തട്ടിയെ, ഒരു തട്ട് തട്ടിച്ച് പറഞ്ഞു, നാളെ രാവിലെ കൊണ്ടുവന്ന് എന്നെ ഈ കാലൊന്ന് കാണിക്കണേ ചായ എന്ന് പറഞ്ഞു, ഈ പാൻറെ ഇടാവെന്ന് പറഞ്ഞു. സ്വോത്രം. പിറ്റേ ദിവസം പുള്ളി അവിടെ സഭായോഗത്തിന് വന്നപ്പോ, സ്വോത്രം, മറ്റേ കാലിനേക്കാളും ചെറുതായി ഈ കാൽ. ഇന്ന് രാത്രിയിൽ ദൈവമക്കളോട് പറയട്ടെ, ഈ വചനത്താൽ നിന്നെ ദൈവം സൗഖ്യമാക്കും. ഈ വചനത്താൽ നിന്റെ ബന്ധനം ദൈവം അഴിച്ചു കളയും. ഈ ബന്ധനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ, നീ ദൈവവൈതല, ഈ രാത്രിക്കാലം കഴിച്ചെന്ന് പറഞ്ഞു പോയി. അന്ധകാര ശക്തികൾ, രാത്രിയിൽ പാമ്പിനെ സ്വപ്നം കാണുന്ന ദുഷ്ട വ്യാപാരങ്ങൾ ഇന്ന് രാത്രി ചിലതിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിരിക്കുക. ഒരു നല്ല സ്വപ്നം കാണത്തില്ല, സ്തോത്രം. പ്രാർത്ഥിച്ചു കിടന്നാലും കാണത്തില്ല. കുടുംബ പാരമ്പര്യം എന്നാ പറയുന്നത്, ചുമ്മാതാ. സ്തോത്രം, ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിച്ചില്ല, വിശ്വസിക്കേണ്ട പോലെ വിശ്വസിച്ചില്ല, പരിജ്ഞാനത്തിൽ ദൈവത്തെ സ്തുതിച്ചില്ല, ദൈവത്തിന് കൊടുക്കേണ്ടത് നീ കൊടുത്തില്ല, അതുകൊണ്ടുണ്ടായ ദോഷമാന്നേ. അത് മാറ്റിക്കള. ഇന്ന് രാത്രിക്കാലം ക്രിസ്തുവിനെ പരിജ്ഞാനം ധരിക്ക്. അവൻ നിന്റെ വീണ്ടെടുപ്പുകാരന്, അവൻ രണ്ടാമത് വരാൻ പോവുകയാ. അവന് എതിരെ കണ്ണി ഒരുങ്ങിക്കൊള്ളണം. നിന്റെ മാനസാന്തരം ക്ലിയർ ആകട്ടെ. സ്തോത്രം. ദൈവത്തിന് കൊടുത്തൊന്നും നഷ്ടമല്ല. സ്തോത്രം കൊടുത്തെങ്കിൽ അതും നഷ്ടമല്ല, സ്തോത്ര കാഴ്ച കൊടുത്തെങ്കിൽ അതും നഷ്ടമല്ല. ഈ രാത്രി വചനം കേട്ടൊന്നും നഷ്ടമല്ല കുഞ്ഞെ. നിന്റെ ജീവിതത്തിന്മേൽ വലിയൊരു അനുഗ്രഹത്തിന്റെ മാരി ഇന്ന് രാത്രി ദൈവം പെയ്യിക്കാൻ പോവുക. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി നീ കാത്തിരിക്കണ്ട, അത് നിന്റെ പുറകെ വന്നോളൂ. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും വല്ലോനെയും പിന്തുടരുമെന്നല്ല വചനം കിടക്കുന്നേ, എന്നെ പിന്തുടരുമെന്നായ വചനം കിടക്കുന്നേ. അത് വന്നോളൂ. കർത്താവ് പറഞ്ഞല്ലോ, എനിക്കറിയാം നിനക്ക് എന്നാ വേണം, എന്തോ വേണ്ടാന്ന് എനിക്കറിയാം. നിന്റെ ശരീരം എങ്ങനെയാണെന്ന് എനിക്കറിയാം. രോഗത്തിന്റെ ആഴം എത്രയാണെന്ന് എനിക്കറിയാം. നിന്റെ മുറിവിന്റെ മുറിപ്പാടുകൾ എത്രയാണെന്ന് എനിക്കറിയാം. ദൈവാത്മാവ് പറയുന്നു, ചില ഹൃദയത്തിൽ വേദനയുണ്ട്, മുറിപ്പാടുകളോ വാക്കുകളാതേറ്റ മുറിവുകളാൽ ഹൃദയത്തിന് വിങ്ങലുള്ളവരുണ്ട്, ഇതിനകത്ത് ഇരിപ്പുണ്ട്. അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്നെ ഞാൻ സൗഖ്യമാക്കാൻ ശക്തനായ ദൈവമാണ്. എല്ലാ കണ്ണും അടച്ചാട്ട് ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കട്ടെ. സ്വർഗീയ പിതാവേ, നന്ദിയോടെ സ്തോത്രം. ആമേ. ഇന്ന് രാത്രി വചനം കേട്ടവർക്കായി സ്തോത്രം. ഈ വചനങ്ങളെല്ലാം കേട്ടിട്ട് കർത്താവേ, ഒരു സ്തോത്രം പോലും പറയാതെ വായ അടച്ചു വെച്ചവർക്കായി ഞാൻ സ്തോത്രം പറയുക. ഹല്ലേലൂയ. ഇത് കേട്ടവർക്കായി സ്തോത്രം, സ്തോത്രം പറഞ്ഞവർക്കായി സ്തോത്രം. പരിജ്ഞാനത്തിൽ, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരുവാൻ നിന്റെ ജനത്തെ നീ ഒരുക്കണമേ. അവിടുത്തെ വിലയേറിയ ദാസൻ കുടുംബം, ആ സഭകൾ, ഇന്ന് കയറിയിരിക്കുന്ന ജീവിതങ്ങൾ, ഓരോരുത്തർ കുഞ്ഞുകുട്ടി ആബാല വൃദ്ധം ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, അഭിഷേകം പ്രാപിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ശക്തമായ അഭിഷേകം അവരുടെ മേലും നിറങ്ങി വരട്ടെ. അവരും പ്രവാചകന്മാരായി മാറട്ടെ, അവരും പ്രവാചികമാരായി മാറട്ടെ, കൃപാവരങ്ങളുടെ ജ്വലിക്കുന്ന ശുശ്രൂഷക്കാരായി അവരോരോരുത്തരും മാറട്ടെ. ജന്മനിയെ ഇളക്കി മറിക്കുന്നവരായി മാറട്ടെ. പൗലോസും ശീലാസും പോയതുപോലെ ഇവർ ഭൂമിയെ കീഴ്മേൽ മറിക്കുന്നവരെന്ന് പറഞ്ഞ പോലെ അങ്ങനെ ചിലതിനെ അവിടെ നിറക്കണമേ കർത്താവേ. നാളുകളായി കുടുംബത്തിന് ദുഃഖം സഹിച്ച്, വേദന സഹിച്ച്, മനസ്സ് മടുത്തിരിക്കുന്ന ജീവിതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ആ മനസ്സിനൊരു ആശ്വാസം കൊടുക്കണമേ. ജോലി സംബന്ധമായ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരും, ഭാഷാ സംബന്ധമായ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരും, നിയമസംബന്ധമായ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരും, ഇന്ന് രാത്രി കാലം അപ്പന്റെ കരം അവരുടെ മേൽ, ശിരസിന്റെ മേൽ നിന്ന് വയ്ക്കണമേ കർത്താവേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വിലയേറിയ ദാസനെ, കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേട്ടുകൊണ്ടുന്ന സകലമാന പേരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിഷയങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ സ്വർഗം മറുപടി കൊടുത്തതിനാൽ സ്തോത്രം. ചിലതിന്റെ മരണക്കെട്ടുകളെ ഇന്ന് രാത്രി കർത്താവ് പൊട്ടിച്ചു കളഞ്ഞതിനായി സ്തോത്രം. ചില വേദനകളെ നീക്കിക്കളഞ്ഞതിനായി സ്തോത്രം. നാട്ടിലുള്ളവരെ കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെടുന്ന ചില ജീവിതങ്ങളുടെ ഉള്ളത്തിന്റെ മേൽ ദൈവം ആശ്വാസം പകർന്നതിനായി സ്തോത്രം. തുടർന്ന് സഹായിക്കണം, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സമയം അനുവദിച്ചെന്ന് കർത്താവിന്റെ ദാസന് നന്ദി പറയുന്നു. സഭയ്ക്കും ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. Praise the Lord.